ഹലോ എവ്രി വൺ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഹിഗിറ്റ എൻ.എസ്. മാധവൻ. ഈ പാഠഭാഗത്തിലെ മുൻവർഷ ചോദ്യങ്ങളും പാഠഭാഗവുമാണ്. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ: സ്ത്രീയുടെ സ്വത്വത്തെക്കുറിച്ചും ശക്തിയെക്കുറിച്ചുമുള്ള എൻ.എസ്. മാധവന്റെ കാഴ്ചപ്പാടുകൾ കാണി എന്ന കഥയിൽ പ്രതിഫലിക്കുന്നത് വിമർശാത്മകമായി വിലയിരുത്തുക. 2. പിതൃമനസ്സുകളുടെ ധാർമ്മിക നിയമങ്ങൾ ലംഘിക്കുന്ന പിതാക്കന്മാരുടെ പ്രതീകമാണ് എന്റെ മകൾ ഒരു സ്ത്രീ എന്ന നിലയിൽ എന്ന കഥയിലെ അച്ഛൻ. ഈ കഥ സമകാലീന സാമൂഹിക പശ്ചാത്തലത്തിൽ പരിശോധിക്കുക. 3. നാലാം ലോകം ചർച്ച ചെയ്യുന്ന രാഷ്ട്രീയ പ്രമേയത്തെ കേരളീയ പശ്ചാത്തലം കൂടുതൽ മിഴിവുറ്റതാക്കുന്നു, പരിശോധിക്കുക. 4. സ്വയം ഹിഗിറ്റയായി മാറിയ ഒരു വ്യക്തിത്വത്തിന്റെ ആന്തരിക പരിണാമം ആവിഷ്കരിക്കുന്നതിലെ മികവ് ഹിഗിറ്റയെ ആകർഷകമായ ഒരു കഥയാക്കി മാറ്റി, വിശകലനം ചെയ്യുക. 5. ധ്വന്യാത്മകമായ മിത വചസ്കതയാണ് എൻ.എസ്. മാധവന്റെ കാണി എന്ന കഥയുടെ ആഖ്യാന സവിശേഷത. ശരിയോ? സ്വമതം സ്ഥാപിക്കുക. 6. കലാകൗശലത്തിന്റെ സമഗ്രമായ വിജയമാണ് ഹിഗിറ്റ എന്ന കഥയെ ശ്രദ്ധേയമാക്കുന്നത്, സമർത്ഥിക്കുക. 7. കഥയുടെ രചനാതന്ത്രത്തിന്റെ കാര്യത്തിൽ വാനപ്രസ്ഥവും ഹിഗിറ്റയും തമ്മിലുള്ള അന്തരം ചൂണ്ടിക്കാട്ടുക. 8. കഥാപാത്ര മനസ്സുകളുടെ ചടുലമായ സഞ്ചാരങ്ങളെ മിന്നൽ വേഗത്തിൽ ഗോൾ കൊയ്യുന്ന ഹിഗിറ്റയുമായി സമന്വയിപ്പിക്കുന്ന തന്ത്രം എൻ.എസ്. മാധവൻ എങ്ങനെ സമർത്ഥമായി വിന്യസിപ്പിച്ചിട്ടുണ്ട്. 9. ഞാൻ മുറിച്ചു കളഞ്ഞ മുടി അവന് ഗർഭപാത്രത്തിൽ കുരുത്തതാണെന്ന അറിവ് എന്നെ വീർപ്പ് മുട്ടിക്കുവാൻ തുടങ്ങി. സിസ്റ്റർ അഗതയുടെ വാക്കുകളിലെ ആന്തരാർത്ഥം വ്യക്തമാക്കുക. 10. കഥകളിയുടെ അന്തരീക്ഷവും സംസ്കാരവും കാർമൻ എന്ന കഥയെ ആദ്യാവസാനം ഭവോജ്വലമാക്കുന്നതെങ്ങനെ എന്ന് വിശദമാക്കുക. 11. പ്രമേയത്തിലും ജീവിത സമീപനത്തിലും കാണുന്ന ജാഗ്രത പോലെ ശ്രദ്ധേയമാണ് എൻ.എസ്. മാധവന്റെ കഥകളുടെ സാങ്കേതിക സൂക്ഷ്മതയും. വൻമരങ്ങൾ വീഴുമ്പോൾ എന്ന കഥയെ അടിസ്ഥാനമാക്കി ചർച്ച ചെയ്യുക. 12. ഏകാഗ്രമായ ഘടന, സംക്ഷിപ്തവും ധ്വന്യാത്മകവുമായ വിവരണം, അഗാധവർത്തിയായ നാടകീയത, കോറലുകളിലൂടെ തിളക്കിയെടുക്കുന്ന കഥാപാത്രങ്ങൾ മുതലായവ എൻ.എസ്. മാധവന്റെ കഥകളുടെ മുഖ്യ സവിശേഷതകളാണ്. ഹിഗിറ്റയിലെ കഥകളെ ആധാരമാക്കി നിരൂപിക്കുക. 13. കഥാപാത്ര ആവിഷ്കരണത്തിലും അന്തരീക്ഷ ചിത്രീകരണത്തിലും ഏറെ ശ്രദ്ധിക്കുന്ന ഒരു ചെറു കഥാകൃത്താണ് എൻ.എസ്. മാധവൻ എന്ന് ഹിഗിറ്റയിലെ കഥകളെ അടിസ്ഥാനമാക്കി പറയാമോ, പരിശോധിക്കുക. 14. വിഷയ വൈവിധ്യവും ആഖ്യാന ചാതുര്യവുമാണ് എൻ.എസ്. മാധവന്റെ കഥകളുടെ സവിശേഷത. ഹിഗിറ്റ എന്ന കഥാസമാഹാരത്തെ ആസ്പദമാക്കി പരിശോധിക്കുക. 15. ഹിഗിറ്റയിലെ കഥകളിൽ ചരിത്രവും രാഷ്ട്രീയവും എൻ.എസ്. മാധവൻ എങ്ങനെ ചിത്രീകരിക്കുന്നു. 16. ഫുട്ബോൾ കളിയുടെ സംസ്കാരം ഹിഗിറ്റയുടെ ഘടനയെ എങ്ങനെ വ്യത്യസ്തമാക്കുന്നു. 17. കലാപത്തിന്റെ ഭീതിയും വിഹ്വലതകളും ആശങ്കകളും കലാത്മകമായി ആഖ്യാനം ചെയ്യുവാൻ എൻ.എസ്. മാധവന് കഴിയുന്നുണ്ട്. വൻമരങ്ങൾ വീഴുമ്പോൾ എന്ന കഥയെ മുൻനിർത്തി പരിശോധിക്കുക. 18. ശില്പ സൗന്ദര്യമാണ് എൻ.എസ്. മാധവന്റെ കഥകളെ വ്യത്യസ്തമാക്കുന്നത്. കാർമൻ എന്ന കഥയെ മുൻനിർത്തി വിശദീകരിക്കുക. 19. കാതികന്റെ രചനാതന്ത്രം കൊണ്ടാണ് ഹിഗിറ്റ ആവർത്തിച്ച പാരായണത്തിന് വിധേയമാക്കുന്നത്, ചർച്ച ചെയ്യുക. 20. ചരിത്ര സംഭവത്തിന് സ്വകീയമായ ഭാവനാരൂപം നൽകി അനശ്വര കലാസൃഷ്ടിയാക്കി മാറ്റുവാൻ കലാകാരന് സാധിക്കും. ഇതിന്റെ മികച്ച ഉദാഹരണമാണ് വൻമരങ്ങൾ വീഴുമ്പോൾ എന്ന കഥ. ഈ അഭിപ്രായം പരിശോധിക്കുക. 21. ഒരു ഉത്തരാധുനിക രചന എന്ന വിശേഷണം ഹിഗിറ്റയിലെ കഥകൾക്ക് യോജിക്കുമോ, വിശകലനം ചെയ്യുക. 22. വിമോചന ദൈവശാസ്ത്രത്തിന്റെ പ്രതിപുരുഷൻ എന്ന നിലയിൽ ഹിഗിറ്റയിലെ ഫാദറിനെ വിലയിരുത്തുക. 23. ചരിത്ര സംഭവത്തെ കലാപരമായി പുനഃസൃഷ്ടിക്കുന്നതിന്റെ സാഫല്യമാണ് വൻമരങ്ങൾ വീഴുമ്പോൾ എന്ന കഥ വിമർശന ദൃഷ്ട്യാ വിലയിരുത്തുക. 24. ഹിഗിറ്റ എന്ന ഫുട്ബോൾ താരം കളിക്കളത്തിൽ കൈക്കൊണ്ട ശൈലി എൻ.എസ്. മാധവന്റെ കഥയ്ക്ക് ഉചിത പശ്ചാത്തലമാകുന്നതെങ്ങനെ. 25. രക്ഷകബിംബം മാധവന്റെ കഥകളിൽ ഒഴിയാബാധയാണോ, പരിശോധിക്കുക. 26. ലൂസിയെ അവൾ നിന്നിരുന്ന വീടിന്റെ മുന്നിൽ ഇറക്കി വിട്ടിട്ട് ഗീവർഗീസ് അച്ഛൻ യാതൊരു ഗൃഹാതുരത്വവും കൂടാതെ മടങ്ങി. ഹിഗിറ്റ എന്ന കഥയിലെ ഗീവർഗീസ് അച്ഛൻ തന്റെ അതിരും ധർമ്മവും മറന്ന് നിലവിട്ട്
പെരുമാറിയതിലൂടെ ഇതാണ് സാധിച്ചതെന്ന് കരുതാമോ? 27. ആഖ്യാനതന്ത്രത്തിന്റെ സവിശേഷതയാണ് ഹിഗ്ഗിറ്റ എന്ന ചെറുകഥാ സമാഹൃത്തെ ശ്രദ്ധാർഹമാക്കുന്നത്. വിശദമാക്കുക. 28. ഏകാന്തതയിൽ കവണയിൽ നിന്നു തൊടുത്തുവിട്ട പെനാൽറ്റി കിക്ക് കാത്ത് ഗോളി നിന്നു. ഹിഗ്ഗിറ്റയിൽ പെനാൽറ്റി കിക്കിന് കവണിയുമായി കൽപ്പിക്കുന്ന ഈ ബന്ധം കഥയ്ക്ക് നൽകുന്ന സൗന്ദര്യമെന്ത്? 29. പ്രതിപാദ്യത്തിലും പ്രതിപാദനത്തിലും മലയാള ചെറുകഥ പിന്നിട്ടിരിക്കുന്ന രണ്ട് വ്യത്യസ്ത പടവുകളെ പ്രതിഫലിപ്പിക്കുന്നവയാണ് വാനപ്രസ്ഥത്തിലെയും ഹിഗ്ഗിറ്റയിലെയും കഥകൾ. ചർച്ച ചെയ്യുക. 30. കാതികന്റെ രചനാതന്ത്രം കൊണ്ടാണ് ഹിഗ്ഗിറ്റ ആവർത്തിച്ച പാരായണത്തിന് വിധേയമാകുന്നത്. ചർച്ച ചെയ്യുക. 31. NS മാധവന്റെ കഥകളിലെ മനഃശാസ്ത്രപരമായ സമീപനങ്ങൾ എത്രമാത്രം സാധുത അർഹിക്കുന്നുണ്ട്? കാർമൻ എന്ന കഥയെ അധികരിച്ചുകൊണ്ട് വിലയിരുത്തുക. നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. മലയാളം പേപ്പർ 2 സെക്ഷൻ A യൂണിറ്റ് 5 ഹിഗ്ഗിറ്റ NS മാധവൻ. 1971 മാതൃഭൂമി വിഷുപ്പതിപ്പിൽ പ്രസിദ്ധപ്പെടുത്തിയ ശിശു എന്ന കഥയിലൂടെയാണ് NS മാധവൻ ശ്രദ്ധേയനായി തീർന്നത്. പ്രതിപാദ്യ ഭാവത്തിൽ പുലർത്തുന്ന രഹസ്യാത്മകത, പ്രതീതി കൽപ്പനകളുടെ സവിശേഷത, കഥകളിൽ നിന്ന് കഥകളിലേക്ക് വ്യാപിക്കുന്ന പ്രമേയങ്ങളുടെ വളർച്ച, കഥകളിലെ ഭാഷയുടെ പ്രത്യേക ചേരുവകൾ ഇവയൊക്കെ അദ്ദേഹത്തിന്റെ കഥകളുടെ പൊതു സവിശേഷതകളാണ്. പദവാക്യങ്ങളിലൂടെ ബിംബ പ്രതീകങ്ങളിലൂടെ സസൂക്ഷ്മം മുന്നോട്ട് പോകാൻ കഴിയാത്ത വായനക്കാരന് കഥയുടെ സത്ത തിരിഞ്ഞ് കിട്ടിക്കൊള്ളണമെന്നില്ല. ചിലപ്പോഴൊക്കെ ആവർത്തിച്ചുള്ള വായന കൊണ്ട് മാത്രമേ അത് സാധ്യമാകൂ. 1993 പ്രസിദ്ധപ്പെടുത്തിയ ഹിഗ്ഗിറ്റ എന്ന കഥാസമാഹാരം മലയാള ചെറുകഥയിൽ ഉത്തരാധുനികതയെ അടയാളപ്പെടുത്തിയ കഥയായിരുന്നു. ഓക്കെ. തുറന്ന സംഭവങ്ങളിലൂടെ ജീവിത സമസ്യകൾക്ക് നേരിട്ട് ഉത്തരം കണ്ടെത്താനുള്ള ബോധപൂർവമായ ശ്രമം അദ്ദേഹത്തിന്റെ കഥകളെ എല്ലാതരം ആസ്വാദകരെയും ആകർഷിക്കാൻ പര്യാപ്തമാക്കി. ആദ്യകാല കഥകളിൽ നിന്ന് ഹിഗ്ഗിറ്റ കഥകളിലേക്കുള്ള മാധവന്റെ മാറ്റം ചുരുക്കം പേർക്ക് മാത്രം കയറാവുന്ന ഒരു വീടിനെ എല്ലാവർക്കും വന്നു കയറാവുന്ന ഒരു പൊതുസ്ഥലമായി മാറ്റിയതുപോലെ പ്രസാദാത്മകമാക്കി തീർത്തു. ഹിഗ്ഗിറ്റ കഥാസമാഹാരം 1993 പ്രസിദ്ധീകരിച്ച NS മാധവന്റെ 7 കഥകളടങ്ങിയ കഥാസമാഹാരമാണ് ഹിഗ്ഗിറ്റ. ഉത്തരാധുനികതയുടെ നവഭാവുകത്വങ്ങൾ കൃത്യമായി അടയാളപ്പെടുത്തിയ 7 കഥകൾ. പ്രതിപാദ്യ വിഷയം കൊണ്ടും പ്രതിപാദന രീതി കൊണ്ടും കഥാപാത്രങ്ങളുടെ തിരഞ്ഞെടുപ്പ് കൊണ്ടും വായനക്കാരന് നവ്യാനുഭവം പകരുന്ന കഥകളാണവ. സംഭവങ്ങളുടെ ക്രമാനുഗതമല്ലാത്ത അവതരണം കൊണ്ടും പുനർവായനകൾക്ക് സാധ്യതകൾ ഏറെയുള്ള കഥകളാണ് മിക്കവയും. വ്യത്യസ്തമായ ചിന്താധാരകൾ പുലർത്തുന്ന കഥാപാത്രങ്ങൾ കഥാപാത്ര വൈവിധ്യത്തിനും കാരണമാകുന്നുണ്ട്. ഫുട്ബോളും ദൈവശാസ്ത്രവും ഇടകലർന്ന ഹിഗ്ഗിറ്റയും കലാപങ്ങളും മാനവികതയും ഇടകലർന്ന വൻമരങ്ങൾ വീഴുമ്പോൾ ശരീരവും മനസ്സും ദ്വന്ദ്സ്ഥാനങ്ങളിൽ നിൽക്കുന്ന കാർമനും സംഘർഷഭരിതമായ മാനസികാവസ്ഥകളുടെ ആവിഷ്കരണമാണ്. ഓക്കെ. കാണി ഒരു മികച്ച സ്ത്രീപക്ഷ രചനയാണ്. സ്ത്രീപക്ഷമാകുന്നത് സ്ത്രീയുടെ മനോവേദനകൾക്കൊപ്പം നിൽക്കുന്നു എന്നർത്ഥത്തിലാണ്. വിലാപങ്ങൾ ഒരു ഏകാധിപതിയുടെ അന്ത്യവും 4ാം ലോകം കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന്റെ ചരിത്ര വസ്തുതകളിലേക്കും ഫാന്റസിയിലൂടെ അവതരിപ്പിക്കുന്ന 2 കഥകളാണ്. എന്റെ മകൾ ഒരു സ്ത്രീ ഒരു പിതാവിന്റെ മനോവ്യാപാരങ്ങളിലൂടെ ലളിതമായ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന കഥയാണ്. ഒന്നിനൊന്ന് വ്യത്യസ്തമായ മികച്ച കഥകളുടെ സമാഹാരമാണ് ഹിഗ്ഗിറ്റ. ഡൽഹിയിലെ ഒരു ഇടവക വികാരിയായ ഗീവർഗീസ് അച്ഛൻ, അവിടെ ജോലി ചെയ്യുന്ന ആദിവാസി പെൺകുട്ടിയായ ലൂസിക്ക് ജോലി ശരിയാക്കി കൊടുത്ത ജബ്ബാർ, അച്ഛന്റെ ചിന്തകളിലൂടെ കടന്നു വരുന്ന ഹിഗ്ഗിറ്റ എന്ന കൊളംബിയൻ ഗോളിയും അടങ്ങിയ 4 പേരാണ് ഈ കഥയിലെ പ്രധാന കഥാപാത്രങ്ങൾ. ഒരു വൈദികനായിരിക്കുമ്പോഴും ഫുട്ബോൾ കളിയോടുള്ള കടുത്ത ആരാധനയുണ്ട് അച്ഛന്. പഠനകാലത്ത് സ്കൂൾ ടീം അംഗമായതും മലപ്പുറത്ത് സെവൻസ് കളിക്കാൻ പോയതും ഒളിമങ്ങാത്ത ഓർമ്മകളാണ്.
ടി മാഷായിരുന്നു അപ്പന്റെ മരണത്തോടെ അപ്പന്റെ ഫുട്ബോൾ എന്ന വിശ്വാസത്തെ തകർത്ത അന്തിക്രിസ്തുവായിരുന്ന സെവൻസ് കളി നിർത്തി. അപ്പോഴാണ് ദൈവവിളി കിട്ടി സെമിനാരിയിൽ ചേരുന്നതും വൈദികനാകുന്നതും. ഒരിക്കൽ ഫാദർ കപ്രിയറ്റി വന്ന് പെനാൽറ്റി കിക്ക് കാത്തു നിൽക്കുന്ന ഗോളിയുടെ ഏകാന്തത എന്ന ജർമ്മൻ നോവലിനെ കുറിച്ച് സൂചിപ്പിച്ചപ്പോൾ മുതൽ അച്ഛന് അത് വായിച്ച പോലെ തോന്നി. പിന്നീട് അച്ഛൻ കളി കാണുമ്പോൾ ഗോളികളെ മാത്രം ശ്രദ്ധിക്കാൻ തുടങ്ങി. അവരനുഭവിക്കുന്ന ഏകാന്തതയെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരുന്നു. ഇപ്പോൾ അച്ഛന്റെ ചിന്തകളിൽ ഗോൾവല കാക്കുന്നത് യേശുക്രിസ്തുവാണ്. ഇടയ്ക്ക് ഗോളിയത്താകും. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം കുർബാന കഴിഞ്ഞപ്പോൾ ആദിവാസി പെൺകുട്ടിയായ ലൂസി കാണാൻ വരുന്നത്. അവൾ തന്റെ പരാതി ആവർത്തിക്കാനാണ് വന്നത്. അയാൾ പിന്നെയും വന്നു എന്ന് ജബ്ബാറിനെ കുറിച്ച് അച്ഛനോട് പറഞ്ഞു. അയാൾ ജോലി ശരിയാക്കി കൊടുത്തു. അവൾക്ക് സമ്മാനങ്ങൾ നൽകി വിശ്വാസം ആർജിച്ചെടുത്തു. പിന്നീട് ഒരു സേട്ടിന് കാഴ്ചവെക്കാൻ കൊണ്ടുപോകുന്നതിനിടെ അവൾ രക്ഷപ്പെട്ടതാണ്. ഇപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് വന്ന് അയാൾ ശല്യം ചെയ്യുകയും അയാളുടെ കൂടെ ചെല്ലാൻ ആവശ്യപ്പെടുകയും ചെയ്തു. പരാതി കേട്ടപ്പോൾ അച്ഛൻ പോലീസിൽ പരാതിപ്പെടാനാണ് പറഞ്ഞത്. പോലീസിനെ ജബ്ബാറിനേക്കാൾ പേടിയാണെന്ന് പറഞ്ഞ് ഫാദറിനോട് കൂടെ വരാൻ ആവശ്യപ്പെടുകയാണ്. നീ പേടിക്കണ്ട എന്ന് പറഞ്ഞ് ഗീവർഗീസ് അച്ഛൻ നടന്നകന്നു. കളി കഴിഞ്ഞ് മൈതാനം പോലെ ശൂന്യമായ മനസ്സോടെ. ഇപ്പോഴും കളി കാണുമ്പോൾ അച്ഛൻ ഗോളിയെ മാത്രമേ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നുള്ളൂ. അടുത്ത ദിവസം ലൂസി വീണ്ടും പരാതിയുമായി വന്നു. ജബ്ബാർ വീണ്ടും ചെല്ലാൻ നിർബന്ധിക്കുന്നു. വീട്ടിൽ ആളില്ലാത്ത നേരത്ത് ഫോൺ വിളിക്കുന്നെന്നും പറഞ്ഞു. നീ ഒരിക്കലും പോകരുത്, എല്ലാം ശരിയാകും എന്ന് പറഞ്ഞ് ആ തവണയും അച്ഛൻ പിൻവാങ്ങി. അപ്പോഴും അച്ഛൻ ചിന്തിച്ചു കൊണ്ടിരുന്നത് ഗോളികളെ കുറിച്ചും പെനാൽറ്റി കിക്കുകളെ കുറിച്ചുമാണ്. പെനാൽറ്റി കിക്കുകളാണ് ഗോളികളെ കുറിച്ച് പഠിക്കാൻ ഏറ്റവും നല്ല മാർഗം. പെനാൽറ്റി കിക്ക് കാത്തു നിൽക്കുന്ന ഗോളി ഏകാന്തനല്ല, മറിച്ച് ആളുകൾ കൂട്ടം കൂടി അയാളുടെ ഏകാന്തത നഷ്ടപ്പെടുത്തുന്നതാണ് ഗോളിയെ കൂടുതൽ വിഷമിപ്പിക്കുന്നതെന്ന് അദ്ദേഹം കണ്ടെത്തി. ഇവിടെ ഗോളിയുടെ ഏകാന്തത ഗീവർഗീസ് അച്ഛനിലും കാണാം. ഏകാന്തത നഷ്ടപ്പെടുത്തുന്നത് ലൂസിയും. മറ്റൊരിക്കൽ ഓട്ടോറിക്ഷയിൽ പോകുകയായിരുന്ന ലൂസി അച്ഛനെ കണ്ട് പുറകെ പോകാൻ ശ്രമിക്കുമ്പോൾ അച്ഛൻ അതിവേഗം മോട്ടോർ സൈക്കിളിൽ രക്ഷപ്പെട്ടു പോവുകയാണ്. ഗോളാക്കാനുള്ള ശ്രമം അതിവിദഗ്ധമായി പരാജയപ്പെടുത്തുന്ന ഗോളിയെ പോലെ. അതുവരെ ഗോളികളെ കുറിച്ച് നടത്തിയ നിരീക്ഷണങ്ങൾക്ക് വിപരീതമായിട്ടാണ് കൊളംബിയൻ ഗോളി ഹിഗിറ്റ പ്രത്യക്ഷപ്പെടുന്നത്. ഗോളിയുടെ സ്ഥായിയായ ദൃക്സാക്ഷിത്വം വെടിഞ്ഞ് മൈതാന മധ്യത്തിലേക്ക് പന്തുമായി ഓടിക്കയറുന്ന ഹിഗിറ്റ അതുവരെയുണ്ടായിരുന്ന ഗോളി സങ്കല്പങ്ങൾക്ക് വിപരീതമായിരുന്നു. മധ്യത്തിലേക്ക് പന്ത് ഇടം വലം പാളിച്ച് മുന്നോട്ട് നീങ്ങിയിരുന്ന ഹിഗിറ്റയാണ് കളിയുടെ രക്ഷകനായ ഗോളി എന്ന പോലെ ഇടവകയുടെ സംരക്ഷകൻ എന്ന സങ്കല്പവും മാറ്റിയെഴുതാൻ കാരണമായത്. ഗോൾ മുഖത്ത് ഏകാന്തനായിരിക്കേണ്ട ആളല്ല താനെന്ന ബോധ്യമാണ് പിന്നീട് പരാതിയുമായി വന്ന ലൂസിക്കൊപ്പം ലോഹയും ജപമാലയും അഴിച്ചുവെച്ച് പോകാനിടയാക്കിയത്. ആ യാത്രയിലും ഹിഗിറ്റയെ പോലെ ബൈക്ക് ഇടം വലം പാളിച്ച് മുന്നോട്ട് നീങ്ങുകയാണ്. ലൂസിയെ ശല്യം ചെയ്ത ജബ്ബാറിനെ ഉയർന്നു ചാടി അടിച്ചു വീഴ്ത്തിയത് പഴയ സെവൻസ് ഗ്രൗണ്ടിലെ ഗീവറീതായിരുന്നു. ഒടുവിൽ ലൂസിയെ തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കി തന്റെ മുറിയിലേക്ക് അദ്ദേഹം മടങ്ങിയത് ശാന്തനായി യാതൊരു ഗൃഹാതുരത്വവും കൂടാതെയായിരുന്നു. മൈതാന മധ്യത്ത് നിന്ന് മടങ്ങി വരുന്ന ഹിഗിറ്റയെ പോലെ. നിരീക്ഷണത്തിലെ മൗലികതയും ദർശനത്തിലെ സത്യസന്ധതയും ഹിഗിറ്റയെ മറ്റു ചെറുകഥയിൽ നിന്ന് വേർതിരിച്ചു നിർത്തുന്നു. ലൂസിയെ ഇറക്കി വിട്ട് യാതൊരു ഗൃഹാതുരത്വവും കൂടാതെ മടങ്ങുന്ന ഗീവർഗീസ് അച്ഛൻ ഓരോ കളി കാണുമ്പോഴും ഗോളികളെ ശ്രദ്ധിക്കുമ്പോഴും അനുഭവിച്ച ഗൃഹാതുരത്വം ജബ്ബാറിലൂടെ കിട്ടിയ പെനാൽറ്റി കിക്ക് എടുത്തപ്പോൾ യാഥാർത്ഥ്യമായി അനുഭവിക്കുകയാണ്. അതുകൊണ്ടാണ് ഒടുവിൽ ശാന്തനായി കടന്നു പോകാൻ അദ്ദേഹത്തിന് സാധിച്ചത്. വൻമരങ്ങൾ വീഴുമ്പോൾ. മീററ്റിൽ വാർദ്ധക്യത്തിന്റെ കഷ്ടതകൾ പേറുന്ന കന്യാസ്ത്രീകൾക്ക് താമസിക്കാൻ സ്ഥാപിച്ച മഠം സി അഗതയാണ് അത് നോക്കി നടത്തുന്നത്. സിസ്റ്റർ അഗത. ഇടയ്ക്കിടെ മരണങ്ങളും പുതിയ ആളുകളുടെ വരവും അവിടെ സംഭവിക്കുന്നുണ്ട്. വാർദ്ധക്യത്തിന്റെ ഏകാന്തതയും ജീവിതത്തിന്റെ നിരാലംബകതകളും ശോകമൂകമാക്കിയ അന്തരീക്ഷത്തിൽ 1984 ഒക്ടോബർ 31
ഒറീസയിൽ നിന്ന് സിസ്റ്റർ ആഞ്ചലിക്ക കടന്നു വരുന്നു. അവരെ കൊണ്ടാക്കാൻ സിസ്റ്റർ സിസിലിയും വന്നു. ആ രാത്രി ആ മഠത്തെയാകെ ഞെട്ടിച്ചുകൊണ്ട് ഒരു വാർത്ത വന്നു. ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിച്ചു. വലിയ ആഘാതമേൽപ്പിച്ച ആ വാർത്ത ഉൾക്കൊള്ളാൻ അവർ നല്ല സമയമെടുത്തു. അവരുടെ പ്രതികരണങ്ങളിൽ നിന്ന് ഇത് വ്യക്തമാണ്. സ്പെയിൻകാരിയായ സിസ്റ്റർ ഭക്ഷണമേശയിൽ നിന്ന് പിയാനോയുടെ മുൻപിൽ പോയി നിശബ്ദയായിരുന്നു. ഭക്ഷണം കഴിക്കാനായി വന്ന സിസ്റ്റർ കത്രീന വാർത്തയറിഞ്ഞതോടെ നിശബ്ദയായി തിരിച്ചു റൂമിലേക്ക് പോയി. പണ്ടൊരിക്കൽ ഇന്ദിരാഗാന്ധി സ്കൂളിൽ വന്നപ്പോൾ തനിക്ക് കിട്ടിയ പൂച്ചെണ്ടുകൾ കുട്ടികൾക്ക് എറിഞ്ഞു കൊടുക്കുന്ന രംഗമാണ് സിസ്റ്റർ മാർത്ത ഓർക്കുന്നത്. പൂച്ചെണ്ടുകൾ കൊണ്ടുള്ള വോളിബോൾ കളി എന്നാണ് അവരതിനെ വിശേഷിപ്പിച്ചത്. പൂച്ചെണ്ടുകൾ കൊണ്ടുള്ള വോളിബോൾ കളി. ഓക്കെ. അന്നത്തെ രാത്രി ഭക്ഷണം കഴിക്കാൻ എല്ലാവരും എത്തിയില്ല. തങ്ങളുടെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രി വെടിയേറ്റ് മരിച്ചെന്ന വാർത്തയോട് അങ്ങനെ പ്രതികരിക്കാനേ അവർക്കായുള്ളൂ. ആ രാത്രിയിലെ തണുപ്പ് രാജ്യത്തിന് മൊത്തത്തിൽ ബാധിച്ച പനിക്കൂളിൽ നിന്നാണ് അഗതയ്ക്ക് തോന്നി. പിറ്റേന്ന് രാജ്യത്ത് കലാപം പൊട്ടിപ്പുറപ്പെട്ടു. സർദാർജിമാരെ കൂട്ടത്തോടെ കൊന്നൊടുക്കാൻ തുടങ്ങി. മഠം സുരക്ഷയ്ക്കായി അടച്ചുപൂട്ടി. പുറത്തു വെടിയൊച്ചകൾ കേട്ട് തുടങ്ങി. രാജ്യത്ത് കർഫ്യൂ പ്രഖ്യാപിച്ചു. 3-ാം തീയതി എല്ലാവരും ടിവിയുടെ മുൻപിൽ ഇരുന്ന് ഇന്ദിരാഗാന്ധിയുടെ അന്ത്യയാത്ര ടിവിയിൽ കണ്ടു. കാഴ്ച കുറച്ചുള്ളവർക്കായി സിസ്റ്റർ സിസിലി രംഗങ്ങൾ വിശദീകരിക്കുന്നുണ്ടായിരുന്നു. ഒരേ ദുരന്തം 3 തട്ടുകളിൽ അടുക്കുന്നത് സിസ്റ്റർ അഗതയ്ക്ക് അധിക നേരം സഹിച്ചിരിക്കാൻ പറ്റിയില്ല. ടിവിയിലെ കാഴ്ച, സിസ്റ്ററുടെ വിവരണം, അഗതയുടെ മാനസിക വ്യവസ്ഥ ഇവരെ കൂടി സിസ്റ്റർ അഗതയുടെ കുടിലിലെ പേശികൾ വലിഞ്ഞ് ഛർദിപ്പിച്ചു. ജീവിതത്തിൽ ആദ്യമായി ചരിത്രം തന്നെ ശാരീരികമായി ബാധിച്ചെന്ന് അഗത ചിന്തിച്ചു. മഠത്തിനകത്ത് തളം കെട്ടി നിൽക്കുന്ന മരണ, ദുഃഖം, ഭയം, ഏകാന്തത, വാർദ്ധക്യം ഇവയ്ക്കിടയിലേക്കാണ് ആ രാത്രി വാതിലിൽ ആരോ തട്ടി വിളിക്കുന്നത്. പെട്ടെന്ന് എല്ലാവരിലും രൂപപ്പെട്ട ഭയം അവരെ പ്രതിരോധത്തിലാക്കി. കന്യാസ്ത്രീകൾ അടുക്കളയിൽ നിന്നുള്ള കത്തിയും മറ്റും കയ്യിലെടുത്തു. അപ്പോഴാണ് പുറത്തു നിന്ന് രക്ഷയ്ക്കായി അപേക്ഷിച്ചുകൊണ്ടുള്ള സ്ത്രീയുടെ ശബ്ദം കേൾക്കുന്നത്. രാജ്യത്ത് സിഖ് കൊലയാളികളുടെ കയ്യിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട അമർജിത്തും അവരുടെ മകൻ ജഗ്ഗിയുമായിരുന്നു അത്. കന്യാസ്ത്രീകൾ മഠത്തിന്റെ വാതിൽ തുറന്ന് അവരെ അകത്ത് കയറ്റി. അക്രമികൾ അവരുടെ പുറകെ തന്നെ ഉണ്ടായിരുന്നു. അമർജിത്തിന്റെ മൂത്ത മകനെയും ഭർത്താവിനെയും ഇതിനോടകം കലാപകാരികൾ കൊല ചെയ്തിരുന്നു. തങ്ങളുടെ സ്വത്ത് തട്ടിയെടുക്കാനുള്ള രാംജി എന്നയാളുടെ ശ്രമവും ഇതിന് പിന്നിലുണ്ടായിരുന്നെന്നാണ് അവർ പറയുന്നത്. അങ്ങനെ മഠം ആ സിഖ് ബാലന്റെയും അമർജിത്തിന്റെയും സുരക്ഷ ഏറ്റെടുക്കുകയായിരുന്നു. നീലക്കണ്ണുകളുള്ള ജഗ്ഗി ആ മഠത്തിന് പുത്തൻ ഉണർവ് നൽകി. മഠത്തിലെ അന്തേവാസികളെല്ലാം ജഗ്ഗിക്കായി ഓരോ പ്രവൃത്തികൾ ചെയ്യാൻ തുടങ്ങി. സിസ്റ്റർ കരുണ ജഗ്ഗിക്കായി കേക്ക് നിർമ്മിക്കാൻ ആരംഭിച്ചു. സാധാരണ മരുന്ന് വലിച്ചെറിയുന്ന സിസ്റ്റർ മാർഗരിറ്റ അന്ന് മരുന്ന് ചോദിച്ച് മേടിച്ചു കഴിച്ചു. 96 കടന്ന സിസ്റ്റർ മേരി വർഷങ്ങൾക്കു ശേഷം ജഗ്ഗിക്കൊപ്പം മഠത്തിന് പുറത്തിറങ്ങി. ഒരു വംശത്തിന്റെ ചരിത്രബോധം ഇഴപിഴഞ്ഞു കിടക്കുന്ന തലമുടിയുള്ള ജഗ്ഗിയെ അവർക്കെല്ലാം വലിയ സ്നേഹമായിരുന്നു. പിന്നെ രക്ഷ നൽകാൻ പറ്റിയതിലെ സന്തോഷവും. പിറ്റേ ദിവസം കർഫ്യൂ അയവ് വന്നപ്പോൾ ഒറീസയിൽ നിന്ന് വന്ന സിസ്റ്റർ സിസിലിക്കൊപ്പം അമർജിത്തിനെയും ജഗ്ഗിയെയും ഗൂർഖയെയും കൂട്ടി സിസ്റ്റർ അഗത യാത്രയാക്കി. പോകുന്ന വഴിക്ക് കലാപകാരികൾ അവരെ തിരിച്ചയക്കുകയും ആക്രമിക്കാൻ പിന്തുടരുകയും പട്ടാളം വന്ന് അവരെ രക്ഷിക്കുകയും ചെയ്തു. അവർ മഠത്തിൽ തിരിച്ചെത്തി. ഒടുവിൽ കലാപകാരികൾ മഠത്തിനു നേരെ തിരിഞ്ഞപ്പോൾ അവരെ പുറത്തെത്തിക്കേണ്ടതിന് മഠം നിർബന്ധിതമായി. അങ്ങനെ സിസ്റ്റർ അഗത പ്രാർത്ഥിച്ചെടുക്കുന്ന തീരുമാനമാണ് ഒരു ആംബുലൻസിൽ ശവപ്പെട്ടിക്കകത്ത് ജഗ്ഗിയെ കിടത്തി അമർജിത്തിനെ കന്യാസ്ത്രീ വേഷത്തിലും പുറത്തെത്തിക്കുക എന്നതാണ്. യാത്രക്കിടയിൽ പിടിക്കപ്പെടാതിരിക്കാൻ പാരമ്പര്യവും വിശ്വാസവും ഉറങ്ങുന്ന ജഗ്ഗിയുടെ മുടി മുറിക്കേണ്ടത് അവർക്ക് അത്യാവശ്യമായി വന്നു. അങ്ങനെ അവരെ സുരക്ഷിതമായി പുറത്തെത്തിച്ചു. താൻ മുറിച്ചു കളഞ്ഞ ജഗ്ഗിയുടെ മുടി അവന് ഗർഭപാത്രത്തിൽ വെച്ച് കൊരുത്തതാണെന്ന തിരിച്ചറിവ് സിസ്റ്റർ അഗതയെ തളർത്തി. പിറ്റേന്ന് രാജ്യത്ത് കർഫ്യൂ തീർത്തമട്ടായി. രാജ്യം സമാധാനത്തിലേക്ക് വന്നപ്പോൾ കന്യാസ്ത്രീ മഠം പിന്നീട് വീണ്ടും അതിന്റെ പഴയ ഏകാന്തതയിലേക്കും വാർദ്ധക്യത്തിലേക്കും തിരിച്ചുപോയി.
അടുത്ത കഥ കാർമൻ. മനുഷ്യ മനസ്സിന്റെ സങ്കീർണതകളിലൂടെ സഞ്ചരിക്കുന്ന കഥയാണ് കാർമൻ. ഇറ്റലിയിൽ കഥകളി അവതരിപ്പിക്കാൻ എത്തിയ സംഘം. നാട്ടിലെ കളിയരങ്ങിന്റെ ഓർമ്മകളിൽ അവിടെ കളി അവതരിപ്പിക്കുന്ന രാഘവന്റെ മനോവ്യാപാരങ്ങളിലാണ് കഥ തുടങ്ങുന്നത്. നാട്ടിലെ കാണികളിൽ നിന്ന് സാധാരണ ലഭിക്കുന്ന പ്രതികരണം ഇറ്റലിയിലെ കാണികളിൽ നിന്ന് ലഭിക്കുന്നില്ല. കളി കഴിഞ്ഞ് അണിയറയിലെത്തിയപ്പോൾ അവിടെ കാർമൻ കാത്തിരിക്കുന്നുണ്ട്. ഇന്നലെയാണ് അയാൾ ആദ്യമായി കാർമനെ കാണുന്നത്. 2 വർഷങ്ങളായി കേരളത്തിൽ പഠനത്തിനായി വന്ന മിക്കയേല എന്ന ഇറ്റലിക്കാരിയെ രാഘവന് നേരത്തെ അറിയാം. അവളുടെ കൂടെ വന്ന കാർമൻ രാഘവനെ കണ്ട മാത്രയിൽ തനിക്കുണ്ടായ ആകർഷണം അയാളുടെ ദേഹത്തേക്ക് പൂവെറിഞ്ഞുകൊണ്ട് പ്രകടമാക്കുകയും ചെയ്തു. രാഘവനും രാമൻകുട്ടിക്കും അന്നത്തെ രാത്രി ഭക്ഷണം മിക്കയേലയുടെ വീട്ടിലായിരുന്നു. കാർമനും കൂടെ വന്നു. മടക്കയാത്രയിൽ തന്നെ പിറ്റേ ദിവസം ഗ്രീൻ റൂമിൽ വരണമെന്നുള്ള ആഗ്രഹം കാർമൻ പ്രകടമാക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഇന്നിവിടെ അവൾ എത്തിയത്. ആശാന്റെ അർദ്ധസമ്മതത്തോടെ കാർമൻ രാഘവനെയും കൊണ്ട് തോട്ടിൻ കരയിലേക്ക് പോയി. ഒന്നും മിണ്ടാൻ കഴിയാതെ തന്റെ ജന്മസഹജമായ മനനം പൂണ്ടിരുന്നു രാഘവൻ. ഭാഷ ഒരു വലിയ മതിൽക്കെട്ടായിരുന്നു അയാൾക്ക്. കാർമനാകട്ടെ ആ നിശബ്ദതയിൽ അയാളുടെ ശരീര സൗന്ദര്യം ആസ്വദിക്കുകയായിരുന്നു. മാംസ സംസ്കരണശാലയിൽ ജോലി ചെയ്യുന്നത് കൊണ്ട് ആളുകളെ തനിക്ക് അവയവങ്ങളായി മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ എന്ന് കാർമന് തോന്നി. അന്ന് രാത്രി വൈകിയാണ് രാഘവൻ റൂമിലെത്തിയത്. അപ്പോൾ ആശാൻ അയാളുടെ കളിയരങ്ങിലേക്കുള്ള യാത്രയെക്കുറിച്ച് ഓർത്തു. മേളക്കാരൻ തിരുമേനിയുടെ മകൻ. ജന്മനാ കിട്ടിയ ആകാര വടിവ് വലുതാകുമ്പോൾ വേഷഭംഗി ഗംഭീരമാക്കും എന്ന തിരിച്ചറിവിലാണ് അയാളെ കളി പഠിപ്പിക്കുന്നത്. രാഘവനെ കളി പഠിപ്പിച്ച മേനോൻ പറഞ്ഞത്, വിത്ത് ഗുണവും മെയ്യഴകും ധാരാളമുണ്ടെങ്കിലും എന്റെ ചിട്ട അനുസരിച്ച് ഇവൻ 2ാം തരമേ ആവുള്ളൂ എന്നാണ്. ഇത് കേട്ടതോടെയാണ് ആശാൻ കളരി പിരിച്ചുവിട്ട് രാഘവനെ മാത്രമായി കളി പഠിപ്പിച്ചത്. പിറ്റേന്ന് കുളിക്കാതെ അത്തർ പൂശി ജോലിക്കിറങ്ങിയ കാർമൻ വലിയ ഉത്സാഹവതിയായിരുന്നു. അന്ന് മാംസ സംസ്കരണ ശാലയിൽ വെച്ച് അവർ ഒരു കളി കളിക്കുകയും അതിൽ മിക്കയേല രാഘവന്റെ പേര് പരാമർശിക്കാതെ കാർമന്റെ പുതിയ കൂട്ടിനെ കുറിച്ച് പ്രവചിക്കുകയും ചെയ്തു. പക്ഷെ സാധാരണ ചങ്ങാത്തത്തിൽ കവിഞ്ഞ് ഞങ്ങൾക്കിടയിൽ യാതൊന്നുമില്ലെന്ന് കാർമൻ പറഞ്ഞു. കാർമന് ബന്ധങ്ങളിൽ ശരീരങ്ങളോടാണ് ആകർഷണം. തന്റെ മനസ്സ് ടെഫ്ലോൺ പോലെയാണ്, അതിൽ ഒന്നും പറ്റിപ്പിടിക്കുകയില്ലെന്നാണ് കാർമൻ പറയുന്നത്. ഓക്കെ, തന്റെ മനസ്സ് ടെഫ്ലോൺ പോലെയാണ്, അതിലൊന്നും പറ്റിപ്പിടിക്കില്ലെന്നാണ് കാർമൻ പറയുന്നത്. എന്നാൽ മിക്കയാകട്ടെ ഓർമ്മകളുടെ ഭാരം പേറുന്നു. അതുകൊണ്ടാണ് നാട്ടിൽ വെച്ച് രാഘവന്റെ അടുത്തു നിന്ന് പാമ്പുകളുടെ ഇണചേരൽ കണ്ടതും ഓർമ്മ വന്നതും രാഘവനോടുള്ള ആഗ്രഹം ഇപ്പോഴും മനസ്സിൽ തങ്ങി നിൽക്കുന്നതും. കാർമന് രാഘവനുമായുള്ള ബന്ധം അറിഞ്ഞു തുടങ്ങിയതോടെ ആശാൻ വേഷങ്ങളിൽ നിന്ന് രാഘവനെ തടയാൻ തുടങ്ങി. അന്ന് കളി തീരുന്നതിന് മുമ്പേ കാർമനൊപ്പം പോയ രാഘവൻ തന്റെ അച്ഛൻ നമ്പൂതിരിക്ക് അമ്മയുമായുള്ള സംബന്ധം അവസാനിപ്പിക്കേണ്ടി വന്ന കഥ പറഞ്ഞു. കുടുംബത്തിലെ മൂത്ത സഹോദരൻ മരിച്ചപ്പോൾ അച്ഛന് അമ്മയുമായുള്ള സംബന്ധം അവസാനിപ്പിക്കേണ്ടി വന്നു. രാഘവനും അനിയനും ഓട്ടക്കാലണയിട്ട് കൊടുത്ത് വീട് വിട്ടിറങ്ങി. രാത്രി മുണ്ടിന്റെ കോന്തല മാത്രമായി കാണുന്ന അച്ഛനെന്ന സങ്കല്പത്തെ അംഗീകരിക്കാൻ രാഘവൻ വിസമ്മതിച്ചു. മേളക്കാരൻ തിരുമേനി എന്നറിയപ്പെട്ടിരുന്ന അച്ഛന്റെ മരണം അയാളിൽ യാതൊരു ചലനവും ഉണ്ടാക്കിയില്ല. എന്നാൽ പിന്നീടാണ് രാഘവൻ അറിയുന്നത് തനിക്ക് ആട്ടം പഠിക്കാൻ ഗുരുവായൂരിൽ 10 പറ നിലം എഴുതി വെച്ചിട്ടുണ്ടെന്ന്. അത് അയാളിൽ വലിയ വേദനയുണ്ടാക്കി. അന്ന് തിരിച്ചെത്തിയപ്പോഴേക്കും ആശാൻ രാഘവനെ തന്റെ മുറിയിൽ നിന്നും മാറ്റിയിരുന്നു. പിറ്റേന്ന് ജോലിക്കെത്തിയ കാർമൻ താൻ രാഘവന്റെ കൂടെ ഇന്ത്യയിലേക്ക് പോകുവാൻ വിസയെടുക്കാൻ തീരുമാനിച്ച കാര്യം അറിയിച്ചു. എന്നാൽ ഇക്കാര്യത്തിൽ തനിക്കുള്ള അനിഷ്ടം മിക്കയേല പ്രകടമാക്കുകയും ചെയ്തു. അന്ന് രാത്രി കാർമന്റെ ഫ്ളാറ്റിൽ വെച്ച് അവർ സംഭോഗത്തിൽ ഏർപ്പെട്ടു. കഥകളിയിലൂടെ രംഗാവതരണത്തിന്റെ വിവരണം പോലെയാണ് രതി കഥാകൃത്ത് അവതരിപ്പിച്ചിരിക്കുന്നത്. പിറ്റേന്ന് കഥകളി സംഘം യാത്രയാകുമ്പോൾ രാഘവന്റെ മക്കൾക്കുള്ള പൊതികളുമായി മിക്കയേല എത്തി. കാർമനുമായുള്ള ബന്ധത്തെ കുത്തുവാക്കുകൾ കൊണ്ട് ഓർമ്മിപ്പിക്കുമ്പോഴും അവൾക്ക് അയാളോടുള്ള സ്നേഹവും
തുറന്ന് പ്രകടിപ്പിക്കാൻ അവൾ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ രാഘവൻ കാണിക്കുന്ന അവഗണന അവളെ വല്ലാതെ തളർത്തി. രാഘവൻ കാണിച്ച അവഗണനയിലുള്ള അതൃപ്തി ആശാൻ പ്രകടമാക്കുന്നുണ്ട്. രാഘവൻ അവരുടെ കൂടെ പോയില്ല. കാർമനൊപ്പം പോകുവാൻ അവിടെ തന്നെ തങ്ങി. കാർമനും രാഘവനും കൂടെ ബനാറസിലാണ് ആദ്യം എത്തുന്നത്. അവിടുത്തെ കാഴ്ചകൾ കാർമനെ വല്ലാതെ ആകർഷിച്ചപ്പോൾ രാഘവന് അവയൊന്നും ആസ്വദിക്കാൻ പോലും കഴിഞ്ഞില്ല. ഗംഗാതീരത്തുള്ള ഗുസ്തിക്കാരുടെ കസർത്ത് കണ്ട് ഭക്ഷണം കഴിക്കാൻ കയറിയ കാർമൻ അവിടെ ഉണ്ടായിരുന്ന മുന്നാ ഷാഹിയെ കണ്ടതും ആകൃഷ്ടയായി. എന്നാൽ അവർ താമസിക്കുന്ന ഹോട്ടലിലെ ബാബ അയാളെക്കുറിച്ച് വളരെ മോശമായിട്ടാണ് സംസാരിച്ചത്. വലിയ ഗുണ്ടയാണെന്നും മോശം ജാതിക്കാരനാണെന്നും ഒക്കെ. ഇനി വരുന്ന രാമനവമിയിലെ കുസ്തി മത്സരത്തിൽ തന്റെ ഫയൽവാൻ കാളി സിംഗ് അയാളെ തോൽപ്പിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ കാർമൻ അപ്പോഴും മുന്നാ ഷാഹിയോടാണ് ഇഷ്ടം തോന്നിയത്. മുന്നാ ഷാഹിയോട് തോന്നി തുടങ്ങിയ ആകർഷണം രാഘവനോടുള്ള മടുപ്പായി മാറി തുടങ്ങുന്നുണ്ടായിരുന്നു. രാഘവൻ കൂടുതൽ സംസാരിക്കുന്നതും കാർമനെ അലോസരപ്പെടുത്തി തുടങ്ങി. പിറ്റേന്ന് മുന്നാ ഷാഹി കാർമനോട് നേരിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് എന്നോട് ഗുസ്തി പഠിക്കാമോ എന്ന്. കാർമൻ അത് ആഗ്രഹിച്ചിരുന്നെങ്കിലും അവർ പറഞ്ഞു, ആവാം, പക്ഷെ കാളി സിംഗിനെ തോൽപ്പിക്കുന്ന ദിവസം എന്ന്. മുന്നാ ഷാഹിയുമായുള്ള ബന്ധം തിരിച്ചറിഞ്ഞതോടെ രാഘവൻ കാർമന് വിവാഹത്തിന് നിർബന്ധിച്ചു. എന്നാൽ കാർമൻ അതൊട്ടും ആഗ്രഹിച്ചിട്ടില്ല. രണ്ട് സംസ്കാരങ്ങളുടെ വ്യത്യാസം ഇവിടെ കാണാം. ഒടുവിൽ ഗുസ്തി നടക്കുന്ന ദിവസം സഹികെട്ട രാഘവൻ കാർമനെ ബലാത്കാരമായി പ്രാപിക്കുകയാണ്. താൻ പരാജയപ്പെടാതിരിക്കാൻ അയാൾ സ്വയം കണ്ടെത്തുന്ന വഴി. അയാളുടെ പരാക്രമം കഴിഞ്ഞപ്പോഴേക്കും മുന്നാ ഷാഹി വിജയിച്ചിരുന്നു. അത് കാർമന് പുത്തൻ ഉണർവ് നൽകി. അങ്ങനെ രാഘവൻ നാട്ടിലേക്ക് വണ്ടി കയറി. ആശാനെ തേടി അലഞ്ഞു. തൃപ്പൂണിത്തുറയിൽ വെച്ച് ആശാനെ കണ്ടുമുട്ടി. ആശാന്റെ കാൽ തൊട്ട് വന്ദിച്ച് കലാശം എട്ടും ആടി കാണിച്ച് മാപ്പ് അപേക്ഷിച്ചു. അങ്ങനെ രാഘവന് വീണ്ടും ചായം തേക്കാൻ ആശാൻ അനുവാദം നൽകുന്നിടത്ത് കഥ അവസാനിക്കുന്നു. അടുത്ത കഥ എൻ്റെ മകൾ ഒരു സ്ത്രീ. ഒരു ഫ്ലാറ്റിൽ ജീവിക്കുന്ന അച്ഛനും അമ്മയും ഒരു മകളും മാത്രമടങ്ങിയ അണുകുടുംബം തൊട്ടടുത്ത ഫ്ലാറ്റിൽ സംഭവിക്കുന്ന 2 മരണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ വീട്ടിലെ സന്ദർഭങ്ങളാണ് കഥയായി അവതരിപ്പിക്കുന്നത്. അവരുടെ മകളായ കമലയുടെ കൂട്ടുകാരി പ്രീതിയുടെ അച്ഛൻ മരണപ്പെട്ടു. പക്ഷേ ആ ചടങ്ങിലേക്ക് 10 വയസ്സായ കമലയെ കൊണ്ടുപോകാൻ സുഭദ്ര തയ്യാറാകുന്നില്ല. അച്ഛനെ കമലയ്ക്ക് കൂട്ടിയിരുത്തിയിട്ടാണ് സുഭദ്ര അങ്ങോട്ട് പോയത്. മകളെക്കുറിച്ചുള്ള അച്ഛന്റെ മനോവ്യാപാരങ്ങളാണ് ഈ കഥ മനോവ്യാപാരങ്ങളിലാണ് ഈ കഥ പുരോഗമിക്കുന്നത്. മകളുടെ കുഞ്ഞു ചന്തിയുടെ നിഷ്കളങ്കതയിലേക്ക് അധിക നേരം നോക്കിയിരിക്കാൻ അച്ഛന് കഴിയുന്നില്ല. ആ കുഞ്ഞു പ്രായത്തിലും അവൾ ഒരു സ്ത്രീയാണെന്ന ബോധം അയാളെ കണ്ണെടുപ്പിക്കാൻ കാരണമാകുന്നു. മഴവില്ല് കാണാത്ത മകളെ അത് കാണിച്ചു കൊടുക്കാൻ കഴിയാത്തതിൽ നിരാശനാണ് അയാൾ. അച്ഛന്റെ കൂടെ തീവണ്ടിയിൽ പോകുമ്പോൾ താൻ കണ്ട മഴവില്ലുകളെ പറ്റി അയാൾ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. മകളുടെ വളർച്ചയെ സസൂക്ഷ്മം നോക്കിക്കാണുന്ന അച്ഛൻ കുട്ടികൾക്ക് വർത്തമാനകാലത്തോടുള്ള വൈമുഖ്യത മാത്രമല്ല, അവർ മനുഷ്യരാശിയിൽ നിന്ന് തന്നെ അകലുകയാണെന്നും കണ്ടെത്തി. പാവകളോട് കളിക്കാതെ ട്രക്കുകളും തോക്കുകളും ഉപയോഗിച്ചുള്ള കളി തന്നെ അതിന്റെ സൂചനയാണെന്ന് അയാൾ പറഞ്ഞു. പ്രീതിയുടെ അച്ഛന്റെ മരണശേഷം അമ്മയ്ക്ക് ആസ്മ പിടിപെട്ടു. അസുഖം കൂടി ആശുപത്രിയിലായ അവരെ കമലയും അച്ഛനും കൂടെ ഒരിക്കൽ കാണാൻ പോയി. അന്ന് പ്രീതി കമലയോട് അവരെ കാണാൻ ചെന്നതിന് ഒരുപാട് താങ്ക്സ് പറഞ്ഞു. ആരും കാണാൻ വരാൻ പോലും അവർക്കുണ്ടായിരുന്നില്ല. എന്നാൽ നമുക്ക് നാളെയും വരാമെന്ന് പറഞ്ഞപ്പോൾ കമല അയാളുടെ കൈകളിൽ ചുംബിച്ചു. അന്ന് വീട്ടിൽ തിരിച്ചെത്തി ഉറങ്ങാൻ കിടന്നപ്പോഴേക്കും പ്രീതിയുടെ അമ്മയും മരിച്ചെന്ന വാർത്ത വന്നു. അന്ന് സുഭദ്ര കമലയെയും കൂട്ടിയാണ് അങ്ങോട്ട് പോയത്. കമല സുഭദ്രയുടെ തോളിനൊപ്പം പൊക്കം വെച്ചെന്ന കാഴ്ച അയാളെ കൊണ്ട് അവളുടെ സ്ത്രീ സഹജമായ വളർച്ചയെക്കുറിച്ച് വാത്സല്യത്തോടെ ചിന്തിപ്പിക്കുന്നുണ്ട്. ചടങ്ങുകൾ കഴിഞ്ഞ ദിവസം രാത്രി കമലയോട് അച്ഛന്റെ കൂടെ കിടക്കാൻ പറഞ്ഞിട്ട് സുഭദ്ര പ്രീതിക്ക് കൂട്ട് കിടക്കാൻ പോയി. തന്റെ കട്ടിലിൽ കിടക്കുന്ന മകളെ ഒന്ന് തൊടാനുള്ള അയാളുടെ ആഗ്രഹം
അത് തീർത്തും വാത്സല്യത്തിൻ്റെതാണ്. പക്ഷേ സ്ത്രീ സഹജമായ മാറ്റങ്ങൾ വരാൻ പോകുന്ന ആ ശരീരത്തെ തൊടാൻ തന്നിലെ പുരുഷനും പിതാവും അനുഭവിക്കുന്ന മാനസിക സംഘർഷവും തന്നെ ചേർത്ത് പിടിച്ച പിതാവിന്റെ പാരമ്പര്യവും അയാളെ അലട്ടുന്നു. കമലയോട് ചേർന്ന് കിടക്കാനുള്ള ശ്രമത്തെ 3-ാം നമ്പർ ഷൂസിൽ നിന്നും ഇനിയും വളരാത്ത കാലുകൾ കൊണ്ട് അവൾ ചവിട്ടി നീക്കി എന്ന് പറയുന്നിടത്ത് കഥ അവസാനിക്കുന്നു. പ്രകടമാക്കാനാവാത്ത പിതൃസ്നേഹം തൻ്റെ മകൾ വലുതാവും തോറും ഒരു പുരുഷൻ എന്ന നിലയിൽ ഒരു സ്ത്രീയോടെന്ന പോലെ മകളോടും അകലം പാലിക്കേണ്ടി വരുന്ന അച്ഛന്റെ മനോവ്യാപാരങ്ങളിലൂടെയാണ് കഥ പുരോഗമിക്കുന്നത്. തൻ്റെ പിതാവ് തന്നെ ചേർത്ത് പിടിച്ചതിന്റെ പാരമ്പര്യം അയാളിൽ നിന്നും മകളിലേക്കും കൈമാറാൻ അയാൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ തന്നിലെ മാനസികമായി ചില ആശങ്കകൾ അതിന് തടസ്സം നിൽക്കുന്നു. തൻ്റെ മകൾ ഒരു സ്ത്രീയാണെന്നുള്ള പുരുഷ ചിന്തയാണത്. മകൾക്ക് അച്ഛനോടും മകന് അമ്മയോടുമായിരിക്കും കൂടുതൽ സ്നേഹമെന്നും അത് എതിർലിംഗത്തോടുള്ള ആകർഷണമാകാമെന്നുള്ള ഫ്രോയിഡിയൻ ചിന്തയും ഇതിന് കാരണമായിട്ടുണ്ടാകും. അടുത്ത പാഠഭാഗം നാലാം ലോകം. ചരിത്രവും വർത്തമാനവും ഭാവിയും കൂടിക്കുഴഞ്ഞ് കിടക്കുന്ന കഥയാണ് നാലാം ലോകം. ഇവിടെ സോവിയറ്റ് യൂണിയൻ പ്രതിനിധിയായ റഷ്യക്കാരൻ ബുക്കുനിനും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകരുടെ പ്രതിനിധിയുമായ ഗോവിന്ദൻകുട്ടിയുമാണ് കഥയിലെ കഥാപാത്രങ്ങൾ. അവരെത്തിപ്പെട്ടിരിക്കുന്നതാകട്ടെ നാലാം ലോകമെന്ന് വിശേഷിപ്പിക്കാവുന്ന ബഹിരാകാശത്വം. അതൊരു ഭാവിയുടെ സങ്കല്പ ലോകമാണ്. ഇന്ത്യ പോലെയുള്ള രാഷ്ട്രങ്ങളെ 3-ാം ലോകമെന്ന് വിശേഷിപ്പിക്കുന്ന പശ്ചാത്തലത്തിലാണ് ബഹിരാകാശം 4-ാം ലോകമാക്കുന്നത്. അവർ സംസാരിക്കുന്നതാകട്ടെ വർത്തമാനകാലവും ചരിത്രവും കൂടിക്കലർന്ന വിഷയങ്ങൾ. കമ്മ്യൂണിസത്തിന്റെ ചരിത്ര വസ്തുതകളുടെ ഒരു തുറന്ന ചർച്ചയാണ് കഥാകൃത്ത് ഇതിലൂടെ സാധ്യമാക്കിയിരിക്കുന്നത്. സോയസ് 24 എന്ന റഷ്യൻ പേടകത്തിൽ ബുക്കിനിൻ എന്ന റഷ്യാകാരനും ഗോവിന്ദൻകുട്ടി എന്ന 3-ാം ലോക രാജ്യമായ ഇന്ത്യക്കാരനും 88 ദിവസങ്ങളായി കൺട്രോൾ റൂമുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ട ബഹിരാകാശത്ത് അലഞ്ഞു നടക്കുകയാണ്. ഇടയ്ക്കിടെ ശ്രമിച്ചിട്ടും കൺട്രോൾ റൂമിൽ നിന്ന് പ്രതികരണങ്ങളൊന്നും ലഭിക്കാതെ വരുമ്പോൾ ഒറ്റപ്പെടലിന്റെ നിരാശയകറ്റാനാണ് ഗോവിന്ദൻകുട്ടി സംസാരിച്ചു തുടങ്ങുന്നത്. സോവിയറ്റ് യൂണിയനിലെ കമ്മ്യൂണിസ്റ്റ് ഭരണത്തെ ആത്മാഭിമാനത്തോടെ കാണുന്ന കേരളത്തിലെ ഒരു സാധാരണ പാർട്ടി പ്രവർത്തകനാണ് ഗോവിന്ദൻകുട്ടി. അച്ഛനായിരുന്നു അയാളുടെ വഴികാട്ടി. തൻ്റെ അച്ഛൻ 10-ാം വയസ്സിലാണ് രാഷ്ട്രീയം തുടങ്ങുന്നതെന്ന് ഗോവിന്ദൻകുട്ടി ആത്മാഭിമാനത്തോടെ പറയുമ്പോൾ എൻ്റെ പിതാവിനെ 36-ാം വയസ്സിൽ സ്റ്റാലിൻ കൊന്നുവെന്നാണ് ബുക്കിനിന്റെ പ്രതികരണം. സോവിയറ്റ് യൂണിയന്റെ ഭരണത്തെക്കുറിച്ച് കേരളത്തിൽ കേട്ടത് പലതുമല്ല യാഥാർത്ഥ്യമെന്ന ഗോവിന്ദൻകുട്ടി വൈകിയാണ് മനസ്സിലാക്കുന്നത്. തുടർന്ന് അങ്ങോട്ട് ഗോവിന്ദൻകുട്ടിയുടെ വിപ്ലവോർമ്മകളും ബുക്കിനിന്റെ ദുഃഖങ്ങളും കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തെ കുറിച്ചാണ്. ഗോവിന്ദൻകുട്ടി ഓർമ്മകളിലേക്ക് കടക്കുകയാണ്. പയ്യന്നൂരിൽ പാർട്ടി ഉണ്ടാക്കാൻ പോയ അച്ഛൻ കമ്മ്യൂണിസ്റ്റ് ആശയം പ്രചരിപ്പിക്കാൻ മത്തായി തുടങ്ങിയ അരോറ പത്രം കൂലി കൂട്ടാനായി പണിമുടക്കിയപ്പോൾ ആക്രമിക്കാൻ വന്ന കുറുപ്പിനെയും സംഘത്തിനെയും നേരിടുന്ന സാന്റാ ഗോപാലൻ. അച്ഛൻ പറഞ്ഞ ഓർമ്മകളിലൂടെ ഗോവിന്ദൻകുട്ടിയും കടന്നുപോയി. ബുക്കുനിൻ വീണ്ടും കൺട്രോൾ റൂമിലേക്ക് ബന്ധപ്പെടാൻ ശ്രമിച്ചു. കിട്ടാതെ വന്നപ്പോൾ അരിശം പൂണ്ടു. സൂക്ഷിച്ചു സംസാരിക്കൂ, അവർ നമ്മളെ നിരീക്ഷിക്കുന്നുണ്ടാകുമെന്ന് ഗോവിന്ദൻകുട്ടി പറഞ്ഞപ്പോൾ ഒളിച്ചു നിന്ന് കേൾക്കുന്നത് സ്റ്റാലിന്റെയും ബ്രഷ്നേവിന്റെയും കാലത്താണ്. ഇപ്പോൾ ഗോർബച്ചേവ് വന്നതിന് ശേഷം അത് ചെയ്യില്ലെന്ന് ബുക്കിനിൻ വിശ്വസിക്കുന്നു. ആ വാക്കുകൾ ഗോവിന്ദൻകുട്ടിയെ വീണ്ടും ഓർമ്മകളിലേക്ക് കൊണ്ടുപോയി. കേരളത്തിലെ പാർട്ടി പ്രവർത്തകർക്ക് സ്റ്റാലിനോടായിരുന്നു പ്രണയം. ഗോർബച്ചേവിനെ അന്തിമാർക്സ് ആയിട്ടാണ് കണ്ടിരുന്നത്. ഇവിടെ ജാഥകളിൽ 5 സ്റ്റാലിൻ, 3 ലെനിൻ, 2 മാർക്സ്, 1 ഏംഗൽസ് ഇങ്ങനെയായിരുന്നു പോസ്റ്ററുകൾ പിടിച്ചിരുന്നത്. ഗോർബച്ചേവ് അമേരിക്കയോടൊപ്പം കൂടി 3-ാം ലോകത്തെ അനാഥമാക്കി എന്നാണ് പാർട്ടിക്കാർ വിശ്വസിച്ചിരുന്നത്.
അയാൾ ബുക്കിനിനോട് ചോദിച്ചു, നിങ്ങളുടെ അച്ഛൻ പാർട്ടി മെമ്പർ ആയിരുന്നോ എന്ന്. അല്ല, അച്ഛനെ സ്റ്റാലിന്റെ പട്ടാളം പാർട്ടി വിരുദ്ധമാണെന്ന് ആരോപിച്ച് കൊലപ്പെടുത്തുകയും അതിനുശേഷം അമ്മയ്ക്ക് ഭ്രാന്താവുകയും ചെയ്തു. അങ്ങനെ ഭൂമിയോട് തോന്നിയ വെറുപ്പാണ് ആകാശത്ത് തന്നെ ജീവിക്കാനും പൈലറ്റ് ആകാനും താൻ തീരുമാനിക്കാൻ കാരണമെന്ന് അയാൾ പറഞ്ഞു. മരണം വരെ ആകാശത്ത് കൂടാമെന്നത് സന്തോഷമായിട്ടാണ് ബുക്കുനിൻ കാണുന്നത്. ഗോവിന്ദൻകുട്ടി വീണ്ടും ഓർമ്മകളിലേക്ക് പോവുകയാണ്. സാന്റാ ഗോപാലന്റെയും അച്ഛന്റെയും ജയിൽവാസവും പാർട്ടി പ്രവർത്തനങ്ങളുമൊക്കെ. ഗോവിന്ദൻകുട്ടി സോയൂസ് റേഡിയോയ്ക്ക് വേണ്ടി സാരേ ജഹാൻ സെ അച്ഛ പാടിയപ്പോൾ ബുക്കിനിൻ മൂളിയത് ലെനിൻഗ്രാഡിലെ നാസി ഉപരോധത്തിനിടയ്ക്ക് എഴുതിയ ഷൊസ്റ്റക്കോവിച്ച് എന്ന സിംഫണിയാണ്. നാട്ടിൽ പോയി റഷ്യയിൽ എല്ലാവരും ഹിറ്റ്ലറെ പോലെ സ്റ്റാലിനെ വെറുക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഏരിയ സെക്രട്ടറി ദേഷ്യപ്പെട്ടത് ബുക്കിനിൻ ഓർത്തു. ബുക്കിനിൻ പാടിയ സിംഫണി ആദ്യമായി അവതരിപ്പിച്ചവരിൽ അയാളുടെ പിതാവും ഉണ്ടായിരുന്നു. സ്റ്റാലിനോടും കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തോടുമുള്ള അയാളുടെ മാനസികാവസ്ഥ അപ്പോൾ ഗോവിന്ദൻകുട്ടിക്ക് വ്യക്തമായിരുന്നു. ഒടുവിൽ കൺട്രോൾ റൂമിലേക്ക് ബന്ധപ്പെടാൻ കഴിഞ്ഞു. അപ്പോഴേക്കും കേരളത്തിലെ പാർട്ടിക്കാർ അഭിമാനിച്ച സോവിയറ്റ് യൂണിയൻ ഇല്ലായിരുന്നു. അവർ വന്ന പേടകത്തിന്റെ പേരു പോലും അവരുടെ കയ്യിലില്ല. ഇപ്പോഴുള്ളത് കുറെ റിപ്പബ്ലിക്കുകൾ മാത്രമാണെന്നും ലെനിൻഗ്രാഡ് എന്ന നഗരവും ക്യാപ്റ്റന്റെ പേരും പോലും ഇല്ല. ഒടുവിൽ UN-ൽ ആരംഭിച്ച നഷ്ടപ്പെട്ട സാധനങ്ങളുടെ ആപ്പീസിലേക്ക് ഇവരുടെ പേടകത്തിന്റെ പേരുകൂടി രജിസ്റ്റർ ചെയ്യുകയാണ്. ഒടുവിൽ ബുക്കുനിൻ പേടകത്തിന് പുറത്ത് കടന്ന് 4-ാം ലോകത്തിലേക്ക് സ്വതന്ത്രനാവുകയാണ്. ഗോവിന്ദൻകുട്ടിയാകട്ടെ 3-ാം ലോകത്തെക്കുറിച്ചുള്ള ഭയാശങ്കകളിൽ 4-ാം ലോകത്ത് നിന്നും പോവുകയാണ്. ധാരണകളും യാഥാർത്ഥ്യവും. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ അടിത്തറ രൂപപ്പെടലും വളർച്ചയും ചെറിയ രീതിയിൽ പ്രതിപാദിക്കപ്പെടുന്നുണ്ട്. ഒപ്പം കേരളത്തിലെ പാർട്ടി പ്രവർത്തകർ അഭിമാനത്തോടെ കണ്ടിരുന്ന സോവിയറ്റ് യൂണിയൻ ഭരണത്തിന്റെ യാഥാർത്ഥ്യങ്ങളും ചർച്ച ചെയ്യപ്പെടുന്നു. കേരളത്തിലെ പാർട്ടി പ്രവർത്തകരുടെ മനസ്സിൽ വലിയ സ്ഥാനമാണ് സ്റ്റാലിനുള്ളത്. എന്നാൽ അദ്ദേഹത്തിന്റെ ഏകാധിപത്യ സ്വഭാവം റഷ്യക്കാരനായ ബുക്കിനിലൂടെ കഥാകൃത്ത് അവതരിപ്പിക്കുന്നു. ഒപ്പം പലയിടങ്ങളിലും തകർന്ന കമ്മ്യൂണിസത്തിന്റെ ചാരിത്രവും പ്രതിപാദിച്ചു പോകുന്നു. ഫാന്റസിയും യാഥാർത്ഥ്യവും ഇടകലർത്തിയുള്ള കഥ പറച്ചിൽ രീതിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. അടുത്ത കഥ കാണി. ഒറ്റ വായനയിൽ അവിഹിതമെന്ന് തോന്നിപ്പിക്കാവുന്ന വിഷയമാണ് ശക്തമായ സ്ത്രീപക്ഷ കാഴ്ചപ്പാടോടെ കഥാകൃത്ത് അവതരിപ്പിക്കുന്നത്. ശകുന്തള, ഭർത്താവ് കൃഷ്ണൻ, മകൻ സനൽ, കൃഷ്ണന്റെ അനിയൻ വിജയൻ ഇവരാണ് പ്രധാന കഥാപാത്രങ്ങൾ. ശകുന്തളയുടെയും കൃഷ്ണന്റെയും മകനായ സനലിന്റെ അപകട മരണശേഷമുള്ള രാത്രികളൊന്നിൽ നിന്നാണ് കഥ ആരംഭിക്കുന്നത്. മകന്റെ മരണത്തിൽ തളർന്ന അവശരാണ് അവർ. ശകുന്തള കുളിച്ചിട്ട് തന്നെ ദിവസങ്ങളായി. കൃഷ്ണനാകട്ടെ കുറെ നാളുകൾക്കു ശേഷമാണ് ഉറങ്ങുന്നത് തന്നെ. തുടർന്ന കഥ പറയുന്നത് വർത്തമാനകാലവും ശകുന്തളയുടെ ചിന്തകളും വിജയന്റെ പ്രവൃത്തികളും. ഇതിനിടയ്ക്ക് കഥാകൃത്ത് നേരിട്ടും വന്ന് കഥ പറയുന്ന നവീന ശൈലിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സനലിന്റെ മരണം സംഭവിച്ചതിനെ കുറിച്ച് കൃഷ്ണൻ മനസ്സിലാക്കിയത് സ്കൂൾ വിട്ട് വീടെത്തിയ അവൻ കൂട്ടുകാരോട് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞ് തിരിഞ്ഞോടുന്നതിനിടയിൽ വണ്ടി തട്ടി മരിച്ചതെന്നാണ്. യഥാർത്ഥ കാരണം പക്ഷെ അതല്ലായിരുന്നു. അതിലേക്ക് പോകുന്നത് ശകുന്തളയുടെയും കൃഷ്ണന്റെയും ഭൂതകാലത്തിലൂടെയാണ്. ശകുന്തളയും കൃഷ്ണനും ഒരുപോലെ ഭാഷ പഠിച്ചവരാണ്. അതുകൊണ്ട് തന്നെ എഴുത്തും വായനയും രക്തത്തിലുണ്ട്. പരസ്പരം എഴുതിയവ കാണിക്കാനും വായിക്കാനും അതിനെക്കുറിച്ച് സംസാരിക്കാനുമൊക്കെ ആദ്യമൊക്കെ കാണിച്ചിരുന്ന ആവേശം കൃഷ്ണനിൽ ക്രമേണ കുറഞ്ഞു വന്നു. ഇത് ശകുന്തളയിൽ വലിയ മനോവേദന ഉണ്ടാക്കുന്നുണ്ട്. രാത്രി ഒരുമിച്ച് കിടക്കാറ് പോലുമില്ലെന്ന് പറയുമ്പോൾ അവരുടെ അകൽച്ച വ്യക്തമാണ്. വർഷങ്ങളായി എഴുതാതിരുന്ന ശകുന്തള പിന്നീട് കവിതകൾ എഴുതി. അത് കൃഷ്ണനെ കാണിച്ചപ്പോൾ പ്രതീക്ഷിച്ച പ്രതികരണം ഉണ്ടായില്ലെന്ന് മാത്രമല്ല, അവഗണിക്കപ്പെട്ടതുപോലെ തോന്നുകയും ചെയ്തു. തനിക്കൊരു മാറ്റം വേണം എന്ന് ശകുന്തളയ്ക്ക് തോന്നിയ ചിന്തയാണ് മുടിമുറിച്ച് രൂപത്തിൽ വരുത്തിയ മാറ്റത്തിനു പിന്നിൽ.
മുടി മുറിച്ച് തിരിച്ച് വരുന്ന വഴിക്ക് മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് ആയ ഭർത്താവിന്റെ അനിയൻ വിജയനെ അവിചാരിതമായി കാണുകയും താൻ എഴുതിയ കവിതയെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു. കവിത എഴുതി പ്രസിദ്ധീകരിക്കാൻ ഇഷ്ടപ്പെടാത്ത ഏട്ടത്തി കവിത പ്രസിദ്ധീകരിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് കേട്ടപ്പോഴുണ്ടായ അതിശയവും രൂപത്തിൽ വരുത്തിയ മാറ്റവും വിജയനെ അത്ഭുതപ്പെടുത്തി. ഊണ് കഴിക്കാം, കവിതയും വായിക്കാം എന്ന് പറഞ്ഞാണ് ശകുന്തള വിജയനെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നത്. ശകുന്തളയുടെ കവിതയിലൂടെ ആ ഹൃദയം കണ്ട വിജയൻ അറിയാതെ ശകുന്തളയെ ചേർത്ത് പിടിക്കുകയാണ്. അത് നിരസിക്കാതിരിക്കുമ്പോൾ ശകുന്തള അങ്ങനെ ഒരു ആശ്വാസം ആഗ്രഹിച്ചിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷേ സനൽ വരാൻ സമയമായെന്ന ആശങ്ക മാത്രം. കൃത്യം ആ സമയത്ത് കയറി വന്ന സനൽ കണ്ട രംഗം അമ്മയെ കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന ചെറിയച്ഛൻ. മുടിയൊക്കെ വെട്ടി രൂപം മാറിയ അമ്മയും. ആ കാഴ്ചയുടെ ഞെട്ടലിൽ നിന്നാണ് സനൽ ഓടി പുറത്തേക്കിറങ്ങുന്നതും അപകടം സംഭവിക്കുന്നതും. കഥ സ്ത്രീപക്ഷമാകുന്നത് എങ്ങനെ? ആഗ്രഹിച്ച ജീവിതത്തിന് നഷ്ടപ്പെടൽ. തന്നെ മനസ്സിലാകുന്ന ഒരാളെ കിട്ടുമ്പോൾ അറിയാതെ ആശ്വാസം തേടുന്ന ശകുന്തള. ഇവിടെ സനലിന്റെ മരണം തന്റെ പ്രവൃത്തി കൊണ്ടാണ് എന്ന കുറ്റബോധം ശകുന്തളയ്ക്കില്ല എന്നത് ശ്രദ്ധേയമാണ്. മകന്റെ മരണത്തിൽ വലിയ വേദന അവർ അനുഭവിക്കുന്നുണ്ട്. പക്ഷേ അതിനൊപ്പം തന്നെ ദുഃഖപൂർണമാണ് കൃഷ്ണന്റെ അവഗണനയും സ്നേഹരാഹിത്യവും. കുഞ്ഞിന്റെ മരണത്തെക്കാൾ കഥാകൃത്ത് തീവ്രമായി അവതരിപ്പിച്ചിരിക്കുന്നത് ശകുന്തളയുടെ മനോവ്യാപാരങ്ങളാണ്. കവിത എഴുതുന്നതും മുടി മുറിക്കുന്നതും വിജയന്റെ ആലിംഗനത്തിൽ നിശബ്ദമായി നിന്നു പോകുന്നതും സ്ത്രീയുടെ സ്വർഗാത്മക ഭാവങ്ങളായാണ് കഥാകൃത്ത് അവതരിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ കുറ്റക്കാരാകുന്നത് ഭർത്താവായ കൃഷ്ണനും ഒരേ സമയം സമാന്തരമായി പല കഥാപാത്രങ്ങളിലും കഥ പറയുന്ന ശൈലിയാണ് ഈ കഥയിൽ. ആദ്യ വായനയിൽ ദുർഗ്രഹമായി തോന്നാമെങ്കിലും ആവർത്തിച്ചുള്ള വായനയിൽ മനോഹാരിത ഒട്ടും കുറയാതിരിക്കാൻ ഈ ആഖ്യാന ശൈലി സഹായിച്ചിട്ടുണ്ട്. വിലാപങ്ങൾ. മുസൂറി എന്ന നാടിന്റെയും അവിടുത്തെ ഏകാധിപതിയായ ഭരണാധികാരി പെരുമാളിന്റെയും കഥയാണ് വിലാപങ്ങൾ. കുട്ടിക്കാലത്ത് കൊച്ചിയിൽ നിന്ന മഡഗാസ്കറിലേക്ക് അറബികളുടെ കൂടെ പത്തേമാരിയിൽ യാത്ര പുറപ്പെട്ട പക്കീരിക്കുട്ടി മൂസ കൊടുങ്കാറ്റിൽ പെട്ട് പത്തേമാരി ഒരു തുരുത്തിൽ തകർന്നടിഞ്ഞപ്പോൾ ജീവനോടെ രക്ഷപ്പെട്ടു. കൂടെ വയറ്റിൽ മുട്ടകളുള്ള ഒരു കടൽ കാക്കയും. കുട്ടി മൂസ അവിടത്തെ കായ്കനികളും മറ്റും തിന്ന് ജീവിച്ചു. കടൽ കാക്കയുടെ മുട്ട വിരിഞ്ഞ് അവ പെരുകി. ആ കടൽ കാക്കകൾ തുരുത്ത് മുഴുവൻ കാഷ്ടിച്ചു. അതിനിടയിൽ മൂസ അയച്ച സന്ദേശങ്ങൾ കിട്ടിയ പക്കീരികൾ 5ഉം 6ഉമായി തുരുത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. അതിനിടയിൽ അവിടെ എത്തിയ ഒരു ബ്രിട്ടീഷ് കപ്പലിന്റെ കപ്പിത്താനാണ് കടൽ കാക്കകളുടെ വിസർജ്യം വീണ മണലിൽ നിന്ന് ഫോസ്ഫേറ്റിന്റെ കയറ്റുമതിക്കുള്ള സാധ്യതയെക്കുറിച്ച് പറയുന്നതും ഭൂപടം നോക്കി തുരുത്തിന്റെ പേര് മുസൂറി ആണെന്നും പറയുന്നതും. അങ്ങനെ 27 വയസ്സ് പ്രായമുള്ള മൂസയെ പക്കീരികൾ മുസൂറിയിലെ ആദ്യത്തെ പെരുമാളായി വാഴിച്ചു. ബ്രിട്ടീഷ് കമ്പനിക്ക് കാഷ്ടം ഖനനം ചെയ്യാനുള്ള അനുമതി പെരുമാൾ നൽകി. അങ്ങനെ മുസൂറി അതിന്റെ വളർച്ച ആരംഭിച്ചു. കാഷ്ടം ദേശസാത്കരിച്ചപ്പോൾ പെരുമാളിന് വയസ്സ് 80 ദിവാൻ കേരളത്തിൽ ചെന്ന് വൈദ്യൻ ഈശ്വര വാര്യരെ കൂട്ടിക്കൊണ്ട് വന്നതോടെ പെരുമാൾ കുടിയേറ്റവും നിർത്തലാക്കി. ഒരു ഏകാധിപതിയുടെ വളർച്ചയും നാടിന്റെ നാശവുമാണ് കഥാകാരൻ വിവരിക്കുന്നത്. ഈശ്വര വാര്യർ എന്ന വൈദ്യൻ ഉള്ളിടത്തോളം തനിക്ക് മരണമില്ലെന്നാണ് പെരുമാൾ വിശ്വസിക്കുന്നത്. ഫോസ്ഫേറ്റ് ഖനനം വഴി രാജ്യം അഭിവൃദ്ധിപ്പെട്ടതോടെ പെരുമാളിന്റെ ഏകാധിപത്യ സ്വഭാവവും വർദ്ധിച്ചു. തന്റെ ആയുസ്സിന്റെ സംശയം പ്രകടിപ്പിച്ച മകനോട് അയാൾ പ്രതികാരം ചെയ്തത് വിവാഹശേഷം തന്റെ മുറിയിൽ കിടത്തി അവരുടെ കന്യകയായ ബീവിയെ ഭ്രാന്ത് പിടിപ്പിച്ചു. അങ്ങനെ കാതറീനും ഭ്രാന്തായി. അയാളെ പൂട്ടിയിട്ട് തനിക്ക് അനന്തര അവകാശികളില്ലാതെ അധികാരം ഉറപ്പിച്ചു. അത്രയധികം അധികാരഭ്രമമായിരുന്നു അയാൾക്ക്. തന്റെ 100ാം വയസ്സിൽ സ്വയം പിറന്നാൾ സമ്മാനം നൽകിയത് ഒരു ഹെലികോപ്റ്ററാണ്. അതിൽ
പറന്ന് നാട് കാണുന്നത് അയാൾക്കൊരു ഹരമായിരുന്നു. എന്നാൽ ഹെലികോപ്റ്ററിന്റെ കറക്കം ആ നാടിന്റെ സമ്പദ് വ്യവസ്ഥയെ ബാധിച്ചു. ഹെലികോപ്റ്ററിന്റെ ശബ്ദവും അതിന്റെ ചിറകടിയും ഏറ്റ് കടൽക്കാക്കകൾ ചത്തു വീഴാൻ തുടങ്ങി. കാഷ്ടമില്ലാത്ത മുസൂറി ഒന്നുമല്ലാതായി തുടങ്ങി. ഒടുവിൽ ഒരു ദിവസം ഇന്ധനം തീർന്ന് ഇടിച്ചിറക്കാൻ ശ്രമിച്ച ഹെലികോപ്റ്റർ തകർന്നു വീണു. അപ്പോഴും പെരുമാൾ രക്ഷപ്പെട്ടു. തനിക്ക് മരണമില്ലെന്ന വിശ്വാസത്തിന് അത് ആക്കം കൂട്ടി. സമ്പദ് വ്യവസ്ഥ തകർന്ന് നാടുവിട്ട ആളുകൾ പോവാൻ തുടങ്ങി. അവിടെ നിന്നാണ് കഥാകൃത്ത് കഥ പറച്ചിൽ തുടങ്ങുന്നത്. അക്കൂട്ടത്തിൽ രക്ഷപ്പെടാൻ നോക്കിയ തന്റെ ആയുസിന്റെ രഹസ്യമായ വൈദ്യരെ അയാൾ പൂട്ടിയിട്ടു. ഒടുവിൽ ബിസ്മാർക്ക് ചുണ്ടനിൽ അമിത വേഗതയിൽ പോകുമ്പോൾ മറ്റ് വള്ളങ്ങളിലിടിച്ച ചുണ്ടൻ മറിയുകയും വെള്ളത്തിൽ കൈകാലിട്ടടിക്കാതെ ഇരിക്കുന്ന സ്വരൂപത്തിൽ പെരുമാൾ താഴുകയും ചെയ്തു. അപ്പോഴും താൻ മരിക്കാൻ പോവുകയാണെന്ന് അയാൾ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. ആ താഴ്ചയിൽ ഒടുവിലായി അയാൾ ചിന്തിച്ചത് കാതിരിന്റെ ഉമ്മ മരിച്ചതിന് ശേഷം ഒരു സ്ത്രീയെയും താൻ പ്രാപിച്ചില്ലല്ലോ എന്നാണ്. അപ്പോഴുണ്ടായ ദുർബലമായ ഒരു ലൈംഗിക ഉത്തേജനത്തിൽ പെരുമാൾ മരിച്ചു. പൊങ്ങിയ ശരീരം ഉൾക്കടലിൽ കൊണ്ടുപോയി കളഞ്ഞിട്ടും 10 ദിവസങ്ങൾക്ക് ശേഷം കരക്കടിഞ്ഞു. ശില്പ സൗന്ദര്യം ഹിഗ്ഗിറ്റയിൽ. കഥകളുടെ ശില്പ സൗന്ദര്യം കൊണ്ട് ശ്രദ്ധേയമായ കഥാസമാഹാരമാണ് NS മാധവന്റെ ഹിഗ്ഗിറ്റ. കഥ പറച്ചിലിന്റെ പുതിയ രീതി ശാസ്ത്രം ഓരോ കഥകളിലും പ്രകടമാണ്. ഫുട്ബോളും ബൈബിളും ഇടകലർത്തി എഴുതിയ ഹിഗ്ഗിറ്റ വളരെ സാധാരണമായ ഒരു കഥാതന്തുവാണ്. ഫുട്ബോൾ ആരാധകനും മുൻ കളിക്കാരനുമായ ഒരു വൈദികന്റെ ജീവിതത്തിലെ ഒരു ചെറിയ സംഭവത്തെ നമുക്ക് മുന്നിൽ വരച്ചിടുമ്പോൾ ആസ്വാദകന് അതൊരു പുത്തൻ അനുഭവമാവുകയാണ്. അച്ഛൻ കാണുന്ന കളികളിലെ ഗോളിയുടെ ഏകാന്തത അച്ഛൻ്റേതു കൂടിയാണ്. ഹിഗ്ഗിറ്റയെ കാണുന്നതോടെയാണ് അച്ഛന്റെ ഏകാന്തത നഷ്ടപ്പെടുത്താൻ സ്വയം പ്രേരിതനാകുന്നതും മറ്റുള്ളവരിലേക്ക് ഇറങ്ങി ചെല്ലുന്നതും. അച്ഛന്റെ മനോവികാരങ്ങളെ അടയാളപ്പെടുത്താൻ ഫുട്ബോൾ കളിയെ കൂട്ടുപിടിച്ചത് തന്നെ ശില്പ ഭംഗിക്ക് മാറ്റുകൂട്ടി. ക്രമാനുഗതം പാലിക്കാത്ത രചനാശൈലി കാലുകളിൽ നിന്ന് കാലുകളിലേക്ക് പന്തുകൾ നീങ്ങുന്നത് പോലെയാണ് ഈ ഘടനയും ശില്പ സൗന്ദര്യവും കഥയുടെ പുനർവായനയ്ക്ക് വായനക്കാരനെ പ്രേരിപ്പിക്കുന്നു. ദൃശ്യഭാഷയോട് ചേർന്ന് നിൽക്കുന്ന ഭാഷയും വായനക്കാരനെ ഒരു കാഴ്ചക്കാരനാക്കി മാറ്റുന്നതാണ്. കാർമൻ 2 സംസ്കാരങ്ങളുടെ കഥയാണ്. പൗരസ്ത്യ പാശ്ചാത്യ ദ്വന്ദ്ങ്ങളായി അവതരിപ്പിക്കപ്പെട്ട ഒരു കഥയാണെന്നും വ്യാഖ്യാനിക്കാം. ഇവിടെ കഥകളിയുടെ ശില്പ ചാരുതയിലാണ് കഥ അവതരിക്കപ്പെട്ടിരിക്കുന്നത്. ഇറ്റലിയിൽ കഥകളിക്കാരനായി ചെല്ലുന്ന രാഘവന്റെ ശരീരത്തോട് കാർമന് തോന്നുന്ന ആകർഷണം, ഭാഷയറിയാതെ മൗനിയായി പോകുന്ന രാഘവനെ പ്രണയിക്കുന്ന കാർമന്റെ ഇഷ്ടങ്ങൾ വളരെ പെട്ടെന്ന് മാറുന്നവയാണ്. കളിക്കിടയിലെ ആട്ടക്കാരനെ പോലെയാണ് കാർമന്റെ ഭാവഭേദങ്ങൾ. കാർമന്റെയും രാഘവന്റെയും ചിന്തകളിലൂടെ വികസിക്കുന്ന കഥ പാശ്ചാത്യ പൗരസ്ത്യ പ്രണയ കാമ ചിന്താ സങ്കല്പങ്ങളുടെ വൈരുദ്ധ്യവും തുറന്നു കാട്ടുന്നു. ഒടുവിൽ രാഘവൻ കളിയരങ്ങിലേക്കും കാർമൻ പുതിയ ഇഷ്ടങ്ങൾ തേടിയും യാത്ര തുടരുന്നിടത്ത് കഥ അവസാനിക്കുന്നു. കാർമനും രാഘവനും തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് പോലും കഥകളിയുടെ രംഗാവതരണ വിവരണം പോലെയാണ് കഥാകൃത്ത് വിവരിച്ചിരിക്കുന്നത്. പതിഞ്ഞ താളത്തിൽ തുടങ്ങി രംഗം മൂർച്ഛിച്ച് ഒടുവിൽ ശാന്തമാകുന്ന ഒരു കളിരംഗം അവസാനിക്കുന്നത് പോലെയാണ് വായിച്ചവസാനിക്കുന്ന വായനക്കാരന്റെ മനസ്സും. അതുപോലെ ഏറെ ശ്രദ്ധേയമായ ഒരു കഥയാണ് കാണി. ശകുന്തളയുടെയും കൃഷ്ണന്റെയും മകനായ സനലിന്റെ മരണത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുന്ന കഥ അതിനിടയായ സാഹചര്യത്തിലേക്ക് എത്തുമ്പോഴേക്കും അതൊരു ദാമ്പത്യ പരാജയത്തിന്റെ കഥയാവുകയാണ്. അതിന്റെ ശില്പ സങ്കീർണതയാണ് ആ കഥയുടെ മേന്മ തന്നെ. ഒറ്റ വരിയിൽ പറഞ്ഞു തീർക്കാവുന്ന ഒരു സംഭവത്തെ കഥാപാത്രങ്ങളുടെ പക്ഷം ചേർന്ന് അവതരിപ്പിക്കുമ്പോൾ തെറ്റും ശരിയും വേർതിരിച്ചെടുക്കാനാവില്ല. അവിടെയാണ് എഴുത്തുകാരന്റെ ശില്പഭദ്രത വിജയിക്കുന്നത്. മനുഷ്യ മനസ്സുകളുടെ സങ്കീർണത
കഥാഘടനയിലും നിലനിർത്തുന്ന ഒരു എഴുത്തുകാരനാണ് NS മാധവൻ. അന്തരീക്ഷ ചിത്രീകരണവും കഥാപാത്രാവിഷ്കരണവും. കഥാന്തരീക്ഷത്തിൽ ഇത്രയധികം ശ്രദ്ധിച്ചിട്ടുള്ള എഴുത്തുകാർ മലയാളത്തിൽ കുറവാണെന്ന് തന്നെ പറയാം. സാധാരണമെന്ന് തോന്നുന്ന കഥാസന്ദർഭങ്ങൾ അസാധാരണമായ അന്തരീക്ഷത്തിലൂടെ അവതരിപ്പിച്ച് ആസ്വാദനത്തിന്റെ നവ്യാനുഭവം നൽകുന്നതാണ് ഹിഗ്വിറ്റയിലെ കഥകളെല്ലാം തന്നെ. ഒരു വൈദികൻ തന്റെ ഇടവകയിലെ സാധാരണക്കാരിയായ പെൺകുട്ടിയെ സഹായിക്കാൻ ഇറങ്ങി പുറപ്പെടുന്നത് ഫുട്ബോൾ കളിയിലെ കൊളംബിയൻ ഗോളി ഹിഗ്വിറ്റയെ കണ്ടിട്ടാണ്. ബൈബിളും ഫുട്ബോളും ഇടകലർന്നുള്ള അന്തരീക്ഷത്തിൽ ദൈവശാസ്ത്രത്തിന്റെ പുതിയ മാറ്റങ്ങൾ വരച്ചിടുന്നു. വൻമരങ്ങൾ വീഴുമ്പോൾ സ്നേഹത്തിന്റെ വാർദ്ധക്യത്തിന്റെ ഒറ്റപ്പെടലിന്റെ കലാപത്തിന്റെ ഒക്കെ കഥയാണ്. അവിടെ കഥാ അന്തരീക്ഷമായി വർത്തിക്കുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ മരണമാണ്. ചരിത്ര സംഭവങ്ങൾക്കിടയിലെ സാധാരണ സംഭവങ്ങൾ കഥയാകുമ്പോൾ അത് മാനവിക മൂല്യം നൽകുന്നതാകുന്നു. മകന്റെ മരണത്തിന്റെ അന്തരീക്ഷത്തിലാണ് ശകുന്തള തന്റെ ദുഃഖങ്ങൾ തുറന്നു വയ്ക്കുന്നത്. കാണി എന്ന കഥ സാധാരണ പ്രസക്തമാകുന്ന മരണത്തെ പശ്ചാത്തലമാക്കി മറ്റ് പലതും നമ്മിലേക്ക് കടന്നു വരുന്നതാണ്. സ്ത്രീ പുരുഷ ബന്ധങ്ങളുടെ സങ്കീർണത, അകൽച്ചകൾ, സ്ത്രീയുടെ സ്വാതന്ത്ര്യബോധം എല്ലാം ഇവയിൽ കാണാം. നാലാം ലോകം ബഹിരാകാശത്ത് നടക്കുന്ന കഥയായിട്ട് ആവിഷ്കരിക്കുമ്പോഴും അതൊരു ഭാവനാലോകമാണ്. ഭാവിയെ വർത്തമാനത്തിൽ കൊണ്ടു നിർത്തിയിട്ട വർത്തമാനത്തെ ഭൂതകാലമാക്കി മാറ്റുന്ന ഒരു തരം എഴുത്ത് രീതിയാണ് നാലാം ലോകത്തിൽ. ബഹിരാകാശത്ത് നടക്കുന്ന ചർച്ചകൾക്ക് ഒരേ സമയം ഭാവനാലോകമെന്നും ഭാവി ലോകമെന്നും അർത്ഥം കൽപ്പിക്കാവുന്നതാണ്. കാർമെൻ എന്ന കഥയുടെ അന്തരീക്ഷമാകട്ടെ കഥകളിയാണ്. കഥകളി പശ്ചാത്തലമാകുമ്പോഴും കഥാപാത്രങ്ങളുടെ മനോവ്യാപാരങ്ങളാണ് കഥയിൽ മുഴച്ചു നിൽക്കുന്നത്. ആ കലാരൂപം പോലെ തന്നെ സങ്കീർണമായ ഭാവഭേദങ്ങൾ ഈ കഥയിലും കഥാപാത്രങ്ങളിലും കാണാവുന്നതാണ്. എൻ്റെ മകൾ ഒരു സ്ത്രീ മനഃശാസ്ത്രപരമായ ഒരു അന്തരീക്ഷത്തിൽ അവതരിപ്പിക്കപ്പെട്ട കഥയാണ്. ചില ഉൾബോധങ്ങൾ ഉണർത്തുന്ന കുറ്റബോധം പിതൃവാത്സല്യ പ്രകടനത്തിന് തടസ്സം നിൽക്കുന്നത് പോലെ. വിലാപങ്ങൾ എന്ന കഥയിലെ മുസൂറി ഒരു ഏകാധിപത്യ നാടിന്റെ അന്തരീക്ഷവും അവിടുത്തെ ജീവിതങ്ങളും അവതരിപ്പിക്കുന്നു. കഥാസന്ദർഭങ്ങൾ പോലെ തന്നെ വൈവിധ്യമാണ് കഥാപാത്രങ്ങളും. മനോവ്യാപാരങ്ങളിൽ സങ്കീർണത പുലർത്തുന്നതാണ് ഒട്ടുമിക്ക കഥാപാത്രങ്ങളും. ഹിഗ്വിറ്റയിലെ ഗീവർഗീസ് അച്ഛനും കളിയിലൂടെ ഗീവർഗീസ് അച്ഛന്റെ ചിന്തകളെ നിയന്ത്രിക്കുന്ന കൊളംബിയൻ ഗോളി റെനെ ഹിഗ്വിറ്റയും സുന്ദരവും സുഖടിതവുമായ കഥാപാത്രങ്ങളാണ്. വൈദികനും ഗോളിയും തമ്മിലുള്ള രസതന്ത്രം ബൈബിളും ഫുട്ബോളുമായി ചേർത്ത് അവതരിപ്പിക്കപ്പെട്ടപ്പോൾ മൗലിക രചനയായി മാറി. അതുപോലെ തന്നെ കാർമെനിലെ കാർമെൻ എന്ന ഇറ്റലിക്കാരി ഏറെ വ്യത്യസ്തമായ ഒരു നായികയാണ്. പുരുഷ ശരീരങ്ങളെ ആരാധിക്കുന്ന പ്രണയിക്കുന്ന സ്ത്രീ, മനസ്സിൽ ഒന്നും പറ്റിപ്പിടിക്കാത്ത ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് എളുപ്പം തെന്നി മാറാൻ കഴിയുന്ന സ്ത്രീ കഥാപാത്രം. വൻമരങ്ങൾ വീഴുമ്പോൾ എന്ന കഥയിലെ ജഗ്ഗി ഒറ്റ വായനയിൽ തന്നെ വായനക്കാരനെ വലിച്ചു കൊണ്ടുപോകും. ആ മഠത്തിന് കൊടുത്ത ഉണർവ് നമ്മിലേക്കും അറിയാതെ കടന്നു വരുന്നു. ജഗ്ഗിക്ക് മുടി നഷ്ടപ്പെടുമ്പോൾ വായനക്കാരനും എന്തോ നഷ്ടപ്പെടുന്നത് പോലെ തോന്നും. എൻ്റെ മകൾ സ്ത്രീയെ അച്ഛനും കാണിയിലെ അമ്മ ശകുന്തളയും മാനസിക സംഘർഷങ്ങളും സങ്കീർണതകളും ഏറെ ഉൾക്കൊള്ളുന്ന കഥാപാത്രങ്ങളാണ്. അവയിൽ അന്തർലീനമായിരിക്കുന്ന സ്വഭാവ വൈവിധ്യങ്ങളുടെ പാളികൾ വായനക്കാരനും അനുഭവവേദ്യമാകും. ഒരേ സമയം അച്ഛനും പുരുഷനും ആയി മാറുന്ന അയാൾക്ക് മകളിലെ സ്ത്രീത്വം വാത്സല്യ പ്രകടനത്തിനുള്ള തടസ്സമാകുന്നു. ഒരു പക്ഷേ അയാൾക്കുള്ളിലുള്ള പൗരുഷബോധം, സ്ത്രീകളോടുള്ള പുരുഷന്റെ ജന്മവാസന അത് പാടില്ലെന്നറിയുമ്പോഴും ഉൾബോധത്തിൽ അത് നിയന്ത്രിക്കുന്നു. ശകുന്തളയാകട്ടെ സദാചാര ബോധത്തിന്റെ വേലിക്കെട്ടിനെ ഒരു പരിധിവരെ തകർക്കുന്നു.
മുസൂറിയിലെ പെരുമാൾ ഏറെ വ്യത്യസ്തമായ കഥാപാത്രമാണ്. തന്റെ ഏകാധിപത്യം നിലനിർത്താൻ ശ്രമിക്കുന്നതിനിടയിൽ രതി പോലും മറന്നു പോകുന്ന ഒരാളാണ് പെരുമാൾ. ഒടുവിൽ വെള്ളത്തിലേക്ക് താഴുന്നതിനിടയിൽ അയാളിൽ ഉണരുന്ന ചെറിയൊരു വികാരത്തോടെ അയാളുടെ ജീവിതവും തീരുകയാണ്. എല്ലാ ഏകാധിപതികൾക്കും സംഭവിക്കുന്ന പോലെ ദാരുണമായ അന്ത്യം തന്നെയാണ് പെരുമാളിനും. ഓക്കെ. ഫുട്ബോളും ബൈബിളും ഹിഗ്ഗിറ്റ എന്ന കഥയും. ഫുട്ബോൾ കളിയും ബൈബിളും രക്തത്തിലുള്ള ഒരു വൈദികന്റെ കഥയാണ് ഹിഗ്ഗിറ്റ എന്ന ഒറ്റ വാചകത്തിൽ പറയാം. ഗീവർഗീസ് അച്ഛനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തെ നിയന്ത്രിച്ചത് ഇത് രണ്ടുമാണ്. ഒരു കാലത്ത് കളിക്കളങ്ങളിൽ നടത്തിയ മികച്ച പ്രകടനങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി ക്രിസ്തുവിനെ കുറിച്ച് ചിന്തിച്ച് ഗോളികളുടെ ഏകാന്തതയിൽ തന്റെ ഏകാന്തതയും ചേർത്തിരിക്കുമ്പോഴാണ് അത് തകർത്ത് കൊണ്ട് ലൂസി കടന്നു വരുന്നത്. അപ്പോഴൊക്കെ യേശു ക്രിസ്തുവായിരുന്നു ഗോളി. രക്ഷ ക്രിസ്തുവിന്റെ ധർമ്മമായിരുന്നു. യേശു ക്രിസ്തുവിനെ പോലെ തന്നെ ഗോൾ മുഖത്ത് നിന്ന് മാറി തന്റെ ഏകാന്തത നഷ്ടപ്പെടുത്താൻ അച്ഛനും ആഗ്രഹിച്ചിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അച്ഛൻ ഹിഗ്ഗിറ്റയുടെ കളി കാണുന്നതും മൈതാന മധ്യത്തിലേക്ക് ഇറങ്ങി വന്ന് ലൂസിയുടെ രക്ഷകനാകാൻ തീരുമാനിക്കുന്നതും. ഇവിടെ ഫുട്ബോളിലെ സാമ്പ്രദായിക കാഴ്ചപ്പാടുകളെ ഹിഗ്ഗിറ്റ തെറ്റിക്കുന്നത് പോലെ പൊതുസമൂഹത്തിന്റെ വൈദികൻ എന്ന കാഴ്ചപ്പാടിനെ ബൈബിളിന് പുറത്തുനിന്ന് നടപ്പാക്കുകയാണ് ഗീവർഗീസ് അച്ഛൻ. ഇതൊരു പൊസിഷൻ മാറ്റമാണ്. ഗോളിയിൽ നിന്ന് സ്ട്രൈക്കറിലേക്കുള്ള മാറ്റം. ഇടവക കാവൽക്കാരൻ എന്ന ഗോളിയുടെ പൊസിഷനിൽ നിന്ന് സാമൂഹിക പ്രശ്നങ്ങളിലേക്ക് നേരിട്ടിറങ്ങി പ്രതികരിക്കുന്ന മുൻനിരക്കാരന്റെ പൊസിഷനിലേക്ക് ഗീവർഗീസ് അച്ഛന്റെ മാറ്റത്തിന് പ്രേരണയായത് ഹിഗ്ഗിറ്റ തന്നെയാണ്. ഫുട്ബോളിന്റെ സംസ്കാരം ഈ കഥയുടെ പൂർണ്ണതയിൽ ഒരു കളിയുടെ കാഴ്ചക്കാരനായി വായനക്കാരനെ മാറ്റുന്നു. ലൂസിയുടെ കഥയെക്കുറിച്ച് ചിന്തിച്ച് മുറിയിൽ വന്ന് കിടക്കുന്ന അച്ഛന്റെ രംഗം അവതരിപ്പിച്ചിരിക്കുന്നത് ഒരു കളി കഴിഞ്ഞ മൈതാനം പോലെ മനസ്സുമായിട്ടാണ്. അച്ഛൻ മുറിയിലെത്തി. മൈതാനം ഒഴിഞ്ഞു കിടന്നിരുന്നു. പോപ്കോൺ പൊതികളും ഐസ്ക്രീം കപ്പുകളും ഓർമ്മക്കുറിപ്പുകൾ പോലെ ചിതറിക്കിടന്നിരുന്നു. ഗോളികൾ വിശ്രമിക്കുകയായിരിക്കും. അച്ഛന്റെ മാനസികാവസ്ഥയെ കഥാകൃത്ത് അവതരിപ്പിച്ചിരിക്കുന്നത് ഇത്തരം മൈതാന ദൃശ്യങ്ങളിലൂടെയും കളിയുടെ ദൃശ്യങ്ങളിലൂടെയുമാണ്. മറ്റൊരിക്കൽ ലൂസി പരാതിയുമായി എത്തിയപ്പോൾ അച്ഛൻ ഗോളിയുടെ ഏകാന്തതയെ കുറിച്ചാണ് ചിന്തിച്ചിരിക്കുന്നത്. അത് അച്ഛന്റെ കൂടെ ഏകാന്തതയായിരുന്നു. ആ ഏകാന്തതയിലേക്കാണ് ഹിഗ്ഗിറ്റ എന്ന ഗോളി കടന്നു വരുന്നതും മൈതാന മധ്യത്തിലേക്ക് പന്ത് ഇടം വലം പാളിച്ച് മുന്നേറുന്നതും. ഒടുവിൽ ലൂസിയുടെ ഒപ്പം അച്ഛൻ പോകുന്നതും ബൈക്ക് ഇടം വലം പാളിച്ച് തന്നെയാണ്. ഒടുവിൽ ഗോളടിക്കുന്നവൻ ടീമിന്റെ രക്ഷകനാകുന്നത് പോലെ ജബ്ബാറിനെ അടിച്ചു വീഴ്ത്തി ഗീവർഗീസ് അച്ഛൻ ലൂസിയുടെ രക്ഷകനാകുന്നു. ഇത്തരം ഫുട്ബോൾ സംസ്കാരത്തിന്റെ ബിംബങ്ങളിലൂടെയാണ് ഈ കഥ മുന്നോട്ട് പോകുന്നത്. കളിയുടെ സൗന്ദര്യം വാക്കുകളിലൂടെ അവതരിപ്പിക്കുകയാണ് എഴുത്തുകാരൻ. ഗീവർഗീസ് അച്ഛന്റെ ചിന്തകളിൽ ഫുട്ബോളിനൊപ്പം അദ്ദേഹത്തിന്റെ വിശ്വാസ സംഹിതയായ ബൈബിളും കടന്നു വരുന്നത് കാണാം. എല്ലാവരാലും ഉറ്റുകൊടുക്കപ്പെട്ട് 2 കൈകളും വിടർത്തി ഗോളി പെനാൽറ്റി കിക്ക് കാത്തു നിൽക്കുന്നു. ഗാലറികളിൽ 50,000 തുപ്പൽ പറ്റിയ തൊണ്ടകൾ അപ്പോഴും നിശബ്ദമായിരിക്കും. ഒരു കാണി മാത്രം ഇടയ്ക്ക് 3 തവണ കൂവും. ഇവിടെ ഒറ്റുകൊടുക്കപ്പെട്ട് 2 കൈയും വിടർത്തി നിൽക്കുന്ന ഗോളി കുരിശിൽ കിടക്കുന്ന ക്രിസ്തുവിനെയും 3 തവണ കൂകുന്ന റഫറി 3 തവണ തള്ളിപ്പറയുന്ന പത്രോസിനെയും ഓർമ്മിപ്പിക്കുന്നു. കയ്യിൽ കിട്ടിയ പന്തുകൾ നഷ്ടപ്പെടുത്തിയ ഗോളിയെ പഴയ നിയമത്തിലെ യൂദായുടെ മകൻ ഒനാനായിട്ടാണ് അച്ഛൻ കാണുന്നത്. മറ്റുള്ളവർ വരുത്തുന്ന പിഴവിന് പെനാൽറ്റി കിക്ക് ഏറ്റുവാങ്ങുന്ന ഗോളി ചെയ്യാത്ത കുറ്റത്തിന് ക്രൂശിലേറിയ ക്രിസ്തുവിനെ പോലെയാണ്. ഇത്തരത്തിൽ ബൈബിളും ഫുട്ബോളും കൂടി ചേർന്ന ഒരു ഉത്തരാധുനിക നോവലാണ് ഹിഗ്ഗിറ്റ. വിമോചന ദൈവശാസ്ത്രത്തിന്റെ പ്രതിപുരുഷൻ ഗീവർഗീസ് അച്ഛൻ. രക്ഷകനായാണ് ക്രിസ്തു വരുന്നതെന്നാണ് ബൈബിൾ പറയുന്നത്. ബൈബിൾ വിഭാവനം ചെയ്യുന്ന
വിമോചനം അഥവാ രക്ഷ എന്നത് പാപത്തിൽ നിന്നുള്ള മോചനമാണ്. അത്തരത്തിലുള്ള പഠനങ്ങളാണ് വിമോചന ദൈവശാസ്ത്രം. പാപത്തിൽ നിന്നും രക്ഷ നേടി മരണത്തെ ജയിക്കുക. ഇവിടെ ലൂസിയുടെ കാര്യത്തിലും അച്ഛന്റെ ഇടപെടൽ വഴി അത് തന്നെയാണ് സംഭവിക്കുന്നത്. അപ്പോഴെങ്കിലും അച്ഛൻ കൂടെ ചെന്നിരുന്നില്ലെങ്കിൽ പാപത്തിന് അടിമപ്പെടേണ്ടി വന്നേനെ. ആ സാഹചര്യത്തിൽ രക്ഷകനായെത്തിയ ഫാദർ വിമോചന ദൈവശാസ്ത്രത്തിന്റെ പ്രതിപുരുഷൻ തന്നെയാണ്. കഥകളിലെ രക്ഷകബിംബം. NS മാധവന്റെ മിക്ക കഥകളിലും രക്ഷകബിംബങ്ങളുടെ ആവർത്തനം കാണാം. ഹിഗുറ്റയിലെ ഗീവർഗീസ് അച്ഛൻ രക്ഷകബിംബമാണ്. ലൂസി പലതവണ ആവശ്യപ്പെട്ടതിനു ശേഷമാണ് തന്റെ രക്ഷാകര ദൗത്യം അച്ഛൻ ഏറ്റെടുക്കുന്നതെന്ന് മാത്രം. വൻമരങ്ങൾ വീഴുമ്പോൾ എന്ന കഥയിൽ കന്യാസ്ത്രീ മഠമാണ് രക്ഷകബിംബമാകുന്നത്. കലാപത്തിൽ നിന്ന സിഖ് സ്ത്രീക്കും ബാലനും അഭയം കൊടുക്കുന്നത് ആ മഠമാണ്. നാലാം ലോകത്തിലെ സാന്റാ ഗോപാലൻ ഒരാത്മവിശ്വാസവും രക്ഷകനുമായിരുന്നു. യേശു ക്രിസ്തുവും പരോക്ഷമായി കഥയിലെ രക്ഷകബിംബമാകുന്നുണ്ട്. ഹിഗുറ്റയിൽ ഗോളിയും കളിയുടെ രക്ഷകനായാണ് കഥാകൃത്ത് അവതരിപ്പിക്കുന്നത്. ചരിത്രവും രാഷ്ട്രീയവും കഥകളിൽ ചരിത്രവും രാഷ്ട്രീയവും കഥകളിൽ ചരിത്ര സംഭവങ്ങളുടെ പുനരവതരണത്തിലൂടെ രാഷ്ട്രീയ സംഭവങ്ങൾ കഥയിൽ അവതരിപ്പിച്ചിട്ടുള്ള എഴുത്തുകാരനാണ് NS മാധവൻ. വൻമരങ്ങൾ വീഴുമ്പോൾ, തിരുത്ത് തുടങ്ങിയവ ഇത്തരത്തിൽ ശ്രദ്ധിക്കപ്പെട്ട കഥകളാണ്. ഇന്ദിരാഗാന്ധിയുടെ മരണത്തെ തുടർന്ന് പൊട്ടിപ്പുറപ്പെട്ട വർഗീയ കലാപത്തിന്റെ പുറകിൽ മീററ്റിലെ ഒരു കന്യാസ്ത്രീ മഠത്തിൽ നടക്കുന്ന സംഭവങ്ങളുടെ കഥയാണ് വൻമരങ്ങൾ വീഴുമ്പോൾ. അതുപോലെ തന്നെ ഇന്ത്യയെ ആകെ ഞെട്ടിച്ച ബാബറി മസ്ജിദിന്റെ തകർച്ചയെ തുടർന്നെഴുതിയതാണ് തിരുത്ത്. ചരിത്രത്തെ വിമർശനാത്മകമായി സമീപിക്കുന്ന കഥയാണ് നാലാം ലോകം. ഫാസിസത്തിന്റെയും ഏകാധിപത്യത്തിന്റെയും രാഷ്ട്രീയം പറയുന്ന കഥയാണ് വിലാപങ്ങൾ. ഹിഗുറ്റയിലെ റെനെ ഹിഗുറ്റ എന്ന ചരിത്ര പുരുഷനാണ് ഇത്തരത്തിൽ ഒളിഞ്ഞും തെളിഞ്ഞും ചരിത്രത്തെ അപനിർമ്മിക്കുന്നതിൽ കഥാകൃത്ത് ഏറെ ശ്രദ്ധ പതിപ്പിച്ചിട്ടുണ്ട്. വൻമരങ്ങൾ വീഴുമ്പോൾ എന്ന കഥയിലേക്ക് വന്നാൽ ചരിത്രത്തിലെ ഒരു ദുരന്ത സംഭവത്തിന്റെ ചുവട് പിടിച്ച് മാനവികതയുടെ മറ്റൊരു മുഖം കാട്ടിത്തരുകയാണ്. ഒരു നേതാവിന്റെ കൊലപാതകത്തിൽ പൊട്ടിപ്പുറപ്പെടുന്ന കലാപം ആ മരണത്തിന്റെ വൈകാരിക മണ്ഡലങ്ങളിൽ കൂടി കടന്നു പോകുന്ന മഠം തന്നെ കലാപത്തിന്റെ ഇരകളായ സിഖ് കുടുംബത്തിന് അഭയം നൽകുന്നു. അവരുടെ രക്ഷാകര ദൗത്യത്തിൽ പങ്കുചേരുന്നു. ഇവിടെ ഇന്ദിരാഗാന്ധി എന്ന തങ്ങളുടെ നേതാവിന്റെ മരണവാർത്ത തളർത്തുന്ന കന്യാസ്ത്രീകളുടെ ഇടയിലേക്ക് ജഗ്ഗി എന്ന ബാലന്റെ വരവ് വർഷങ്ങളായി അവർക്ക് കൈമോശം വന്ന ഉണർവും പ്രതീക്ഷയും തിരികെ നൽകുന്നു. ജഗ്ഗി പോകുന്നതോടെ ആ പഴയ വാർദ്ധക്യവും ഏകാന്തതയും തിരികെ വരുന്നു. ജീവിതങ്ങളെ സുന്ദരമാക്കുന്നത് സ്നേഹത്തിന്റെ സുന്ദരഭാവങ്ങളാണെന്ന് ഈ കഥ പറഞ്ഞു വെക്കുന്നു. ചരിത്രവും രാഷ്ട്രീയവും ഇടകലർന്ന മറ്റൊരു കഥയാണ് നാലാം ലോകം. റഷ്യയിലെയും കേരളത്തിലെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം ഈ കഥയിലൂടെ വിചിന്തനം ചെയ്യുകയാണ്. കേരളത്തിലെ പാർട്ടിക്കാർ അഭിമാനത്തോടെ കണ്ട സോവിയറ്റ് യൂണിയനും സ്റ്റാലിൻ എന്ന ഭരണാധികാരിയും പരാജയമായിരുന്നെന്നാണ് റഷ്യക്കാരനായ ബുക്കുനിൻ പറയുന്നത്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ പാർട്ടി വിരുദ്ധനായി കണ്ട ഗോർബച്ചേവിനോടാണ് റഷ്യക്കാർക്ക് ഇഷ്ടം. ഇവിടെ യാഥാർത്ഥ്യവും സങ്കല്പങ്ങളും തമ്മിൽ കൂട്ടിമുട്ടപ്പെടുകയാണ്. മുസൂറിയിലെ പെരുമാളും ഒരു രാഷ്ട്രീയ കഥാപാത്രമായിട്ട് വേണം നമ്മൾ കാണാൻ. ഏകാധിപതികളുടെ പ്രതിനിധി, ആ നാടിന്റെ അന്ത്യം, അയാളുടെ അന്ത്യം, ഇവയൊക്കെ അല്പം ഫാന്റസി കലർത്തി അവതരിപ്പിക്കപ്പെട്ടപ്പോഴും അതൊക്കെ രാഷ്ട്രീയ കഥയാണ്. റെനെ ഹിഗുറ്റ എന്ന കൊളംബിയൻ ഗോളിയും അയാളുടെ കളിശൈലിയും ചരിത്രപരമായിട്ടുള്ള ചില രംഗങ്ങളും ഹിഗുറ്റ എന്ന കഥയുടെ സൗന്ദര്യാവിഷ്കരണത്തിൽ വഹിച്ച പങ്ക് ചെറുതല്ല. ഇത്തരത്തിൽ രാഷ്ട്രീയവും ചരിത്രവും അദ്ദേഹത്തിന്റെ കഥകളിൽ കടന്നു വരുന്ന പ്രധാന കഥാതന്തുക്കളാണ്. വൻമരങ്ങൾ വീഴുമ്പോൾ ചരിത്രത്തിന്റെ കലാത്മകത അനാവൃതമാക്കുന്ന ഒരു കഥയാണ്. 1984 സിഖുകാരനായ തന്റെ സുരക്ഷാ ഭടനിൽ നിന്നും വെടിയേറ്റ് ഇന്ദിരാഗാന്ധി കൊല്ലപ്പെടുകയും തുടർന്നുണ്ടാകുന്ന സിഖ് കൂട്ടക്കൊലയുമാണ് ഈ കഥയുടെ ചരിത്ര പശ്ചാത്തലം. രാജ്യത്ത് കലാപം നടക്കുമ്പോൾ മീററ്റിലെ കന്യാസ്ത്രീ മഠത്തിൽ നടക്കുന്ന സംഭവങ്ങളാണ് കഥയിൽ. വൻമരങ്ങൾ വീഴുമ്പോൾ
സ്വാഭാവികമായും ചെറിയ മരങ്ങൾക്കും കുറ്റിച്ചെടികൾക്കും നാശനഷ്ടങ്ങൾ സംഭവിക്കുന്ന രാജീവ് ഗാന്ധിയുടെ പരാമർശത്തിൽ നിന്നാണ് ഈ പേര് പോലും സ്വീകരിച്ചിരിക്കുന്നത്. കഥയിലാകട്ടെ വൻമരത്തിന്റെയും ചെറു ചെടികളുടെയും നാശനഷ്ടങ്ങളിൽ ഒരുപോലെ വേദനിക്കുന്ന മാനവികതയുടെ ഉയർന്ന തലം ദർശിക്കാനാകും. എഴുത്തുകാരന്റെ കലാത്മകത തെളിഞ്ഞ് കാണുന്നത് ഇവയൊന്നും നേരിട്ട് പ്രതിപാദിക്കാതെ കന്യാസ്ത്രീ മഠത്തിലെ അന്തേവാസികളുടെ ഭാവപകർച്ചയിൽ നിന്നും അവയുടെ തീവ്രത വായനക്കാരനെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു. പിയാനോയുടെ മുമ്പിൽ നിശബ്ദയായിരിക്കുന്ന സിസ്റ്റർ കരുണയുടെ മനസ്സ് ശൂന്യമായതും കുടിലിലെ മാംസപേശികൾ വലിഞ്ഞുള്ള സിസ്റ്റർ അഗതയുടെ ഛർദിയും ഈ രാജ്യത്തിന്റെ പനിക്കോളുമൊക്കെ ദുരന്തത്തിന്റെ തീവ്രഭാവങ്ങൾ അവതരിപ്പിക്കാൻ തക്കതായവ തന്നെ. അമർജിത്തിന്റെയും ജഗ്ഗിയുടെയും രക്ഷാകര ദൗത്യം ഏറ്റെടുക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന ഉന്മേഷവും ശ്രദ്ധാർഹമാണ്. ചരിത്രവും വംശബോധവും പേറുന്ന ജഗ്ഗിയുടെ മുടി മുറിക്കലിനെ ഭാവസാന്ദ്രമായാണ് കഥാകൃത്ത് അവതരിപ്പിച്ചിരിക്കുന്നത്. മനുഷ്യ മനസ്സിന്റെ സങ്കീർണതകളിലൂടെ കഥാപാത്രങ്ങളെ മനഃശാസ്ത്രപരമായി സമീപിക്കുന്നത് കൊണ്ട് ഉയർന്ന നിലവാരം പുലർത്തുന്ന കഥകളാണ് NS മാധവന്റേത്. ഒട്ടുമിക്ക കഥാപാത്രങ്ങളുടെയും മനഃശാസ്ത്ര പഠനം സങ്കീർണമാണ്. ദുരൂഹമായ മാനസികാവസ്ഥകളുള്ള കഥാപാത്രങ്ങളാണ് സങ്കീർണമായ കഥാഘടനയിലേക്കും നയിക്കുന്നതെന്ന് പറയാം. കാർമൻ എന്ന കഥയിലെ കാർമനും രാഘവനും ഇത്തരത്തിൽ സങ്കീർണതകൾ പുലർത്തുന്ന കഥാപാത്രങ്ങളാണ്. നാട്ടിൽ ഭാര്യയും കുട്ടികളുമുള്ള രാഘവന് ഭാഷ പോലും അറിയാത്ത ഇറ്റലിക്കാരി കാർമനോട് തോന്നുന്ന പ്രണയം. കാർമനാകട്ടെ രാഘവനോടുള്ള ശാരീരികമായ ആകർഷണം മാത്രം. രാഘവന്റെ കൂടെ ആ ആകർഷണത്തിന്റെ പുറത്ത് അവർ ഇന്ത്യയിലേക്ക് പുറപ്പെടുന്നു. ബനാറസിൽ വെച്ച് മുന്ന ഷാഹിയെ കാണുമ്പോൾ അവളുടെ ആകർഷണം ആ ഗുസ്തിക്കാരനോടാകുന്നു. കാർമൻ തന്നെ അവഗണിക്കുന്നുവെന്ന തോന്നലിൽ രാഘവൻ അവരെ കല്യാണം കഴിക്കാൻ നിർബന്ധിക്കുന്നു. ഇതിന് സമാന്തരമായി തന്നെ രാഘവനോടുള്ള സ്നേഹം ഉള്ളിൽ ഒതുക്കിയ മിക്കേലയെയും മികച്ച കഥാപാത്ര സൃഷ്ടിയാണ്. മാംസ സംസ്കരണശാലയിൽ വെച്ചും രാഘവന്റെ മക്കൾക്കുള്ള സാധനങ്ങളായി വരുമ്പോഴും മിക്കേല തന്റെ മനസ്സ് പറയാതെ പറയുന്നുണ്ട്. കാർമനുമായുള്ള ബന്ധത്തിന്റെ ബ്രഹ്മാത്മക ലോകത്തായിരുന്ന താൻ അവഗണിക്കപ്പെടുകയാണെന്ന് ബോധ്യപ്പെടുമ്പോൾ ബലാത്കാരമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുക കൂടി ചെയ്യുന്നുണ്ട് രാഘവൻ. കാർമൻ അത് പൂർണ്ണമായി നിരസിക്കുന്നില്ല. പക്ഷേ മനസ്സുകൊണ്ട് അവൾ മുന്ന ഷാഹിയെ കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ രാഘവൻ അവിടെ നിന്ന് യാത്ര പുറപ്പെടുകയാണ്. കാണിയിലെ ശകുന്തള ഇത്തരത്തിൽ സങ്കീർണമായ വ്യാപാരങ്ങളിൽ അലയുന്ന കഥാപാത്രമാണ്. മകന്റെ മരണത്തെക്കാൾ സ്വന്തം വ്യക്തിത്വം നഷ്ടപ്പെടുന്നതിനെ, താൻ അവഗണിക്കപ്പെടുന്നതിനെ കുറിച്ചോർത്ത് ദുഃഖിക്കുകയാണ് അവർ. ഹിഗ്ഗിറ്റയിൽ ഗീവർഗീസ് അച്ഛന്റെ മനസ്സിനെ നിയന്ത്രിക്കുന്നത് അച്ഛൻ കാണുന്ന കളികളിലെ ഗോളികളാണ്. അവരുടെ ഏകാന്തത അച്ഛന്റെ കൂടിയായിരുന്നു. ഹിഗ്ഗിറ്റയാണ് ആ ഏകാന്തത മറികടക്കാൻ അച്ഛനെ സഹായിക്കുന്നത്. എന്റെ മകൾ ഒരു സ്ത്രീ എന്ന കഥയിലെ പിതാവും മകളോടുള്ള വാത്സല്യത്തെ ഭയപ്പെടുന്നതായിട്ടാണ് കഥയിൽ. അതൊരു സ്ത്രീയോട് തോന്നുന്ന ആകർഷമായി മാറുമോ എന്നുള്ള ഭയം. വിലാപങ്ങളിലെ പെരുമാൾ അധികാരത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന വൈകൃതങ്ങളുടെ കഥാപാത്രമാണ്. ഇത്തരത്തിൽ മനഃശാസ്ത്രപരമായ പഠനത്തിൽ നിരവധി സാധ്യതകൾ തുറന്നിടുന്ന കഥാപാത്രങ്ങൾ. ഉത്തരാധുനികതയുടെ സവിശേഷതകൾ. മലയാള ചെറുകഥയിലെ ഉത്തരാധുനികത പ്രവണതയ്ക്ക് തുടക്കം കുറിച്ചതായി കണക്കാക്കപ്പെടുന്ന കൃതിയാണ് ഹിഗ്ഗിറ്റ. ആധുനികന്റെ ദാർശനിക ഭാരം പേറിയ കഥാപാത്രങ്ങളിൽ നിന്ന് മാറി ജീവിത യാഥാർത്ഥ്യങ്ങളെ പ്രായോഗിക ബുദ്ധിയോടെ കൈകാര്യം ചെയ്യുന്ന കഥാപാത്രങ്ങളെ ഇതിൽ കാണാം. ഉത്തരാധുനികതയുടെ പൊതു സവിശേഷതകളായി കണക്കാക്കുന്ന സ്ത്രീപക്ഷ രചനകൾ, ശരീരത്തിന്റെ ആകുലതകൾ, ജന്മവാസനകൾ, വെട്ടിമുറിച്ചിട്ട കഥാകഥന രീതി തുടങ്ങിയവയൊക്കെ ഹിഗ്ഗിറ്റയിലെ കഥകളിൽ കാണാം. വളരെ സാധാരണമായ സംഭവങ്ങളാണ് കഥകളുടെ ഇതിവൃത്തമായിരിക്കുന്നത്. പക്ഷേ അതിന്റെ ഘടന നവീകരിച്ചതാണ്. ഒരു വൈദികൻ തന്റെ ഇടവകയിലെ പെൺകുട്ടിയെ സംരക്ഷിക്കാനായി ഒരു ശല്യക്കാരനെ അടിച്ചു വീഴ്ത്തുന്നതാണ് ഇതിവൃത്തം. പക്ഷേ ഘടനയിൽ ഫുട്ബോളും ബൈബിളും കയറി വന്നപ്പോൾ കഥ മാറി. കാർമൻ ബന്ധങ്ങളെ ശാരീരികമായി മാത്രം കാണുന്ന ഒരു ഇറ്റലിക്കാരിയുടെ കഥ പറഞ്ഞപ്പോൾ അത് ജന്മവാസനകളുടെ തുറന്ന ആവിഷ്കരണമായി.
ഓക്കെ. എൻ്റെ മകൾ ഒരു സ്ത്രീയും ഒറ്റ വാചകത്തിൽ പറഞ്ഞു തീർക്കാവുന്ന ഒരാശങ്കയെ അവതരണ മികവ് കൊണ്ട് കഥയാക്കുകയാണ്. കാണി സ്ത്രീപക്ഷ രചനയും അതേസമയം ശരീരത്തിന്റെയും മനസ്സിന്റെയും പ്രതിസന്ധികളെ കുറിച്ചുകൂടിയാണ്. ഉപഭോഗ സംസ്കാരത്തിലെ ഉത്തരാധുനിക മനുഷ്യന്റെ പ്രശ്നങ്ങൾ അത്തരത്തിലാണ്. നാലാം ലോകം ഭാവന ലോകത്ത് കടന്ന് യാഥാർത്ഥ്യ ബോധത്തോടെ കഥ പറയുന്ന രീതിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഉത്തരാധുനികതയുടെ ഭാഷ ലളിതമായിരുന്നു. അതിൻ്റെ പ്രയോഗ ശൈലിയാണ് അതെപ്പോഴും വേറിട്ട് നിന്നത്. ഹിഗ്ഗിറ്റയിൽ പലതവണ ആവർത്തിക്കുന്ന ബൈബിൾ രംഗങ്ങളിൽ ഭാഷയും അതിനോട് യോജിച്ചവയായിരുന്നു. കളിയെക്കുറിച്ച് പറയുമ്പോൾ കളി കാണുന്ന ദൃശ്യം പോലെ ദൃശ്യഭാഷയോട് ചേർന്ന് നിൽക്കുന്ന ഭാഷ. ഒടുവിൽ ഫാദർ ജബ്ബാറിനെ അടിച്ചു വീഴ്ത്തുന്ന രംഗം അതിമനോഹരമായ ഒരു ഗോൾ കിക്ക് പോലെ വായനക്കാരന്റെ മനസ്സിൽ തങ്ങി നിൽക്കും. കാർമെനിലെ ഭാഷ കഥകളി പദങ്ങളോടും കഥകളി രംഗങ്ങളോടും ചേർന്ന് നിൽക്കുന്നതാണ്. കാർമനും രാഘവനുമായുള്ള ആദ്യ ശാരീരിക ബന്ധം വിവരിച്ചിരിക്കുന്നത് കഥകളി രംഗം പോലെയാണ്. മിക്കപ്പോഴും ദൃശ്യ ഭാഷയോട് ചേർന്ന് നിൽക്കുന്നതാണ് മാധവന്റെ ഭാഷ. വായനക്കാരന് മുമ്പിൽ ചിത്രങ്ങൾ പരക്കുന്നു. ഭാഷാ പ്രയോഗത്തിന്റെ ഔചിത്യബോധമാണ് ഈ കഥകളുടെ പ്രത്യേകത. വളരെ സൂക്ഷിച്ചു മാത്രം പദപ്രയോഗങ്ങൾ നടത്തുന്ന ഒരു എഴുത്തുകാരൻ കൂടിയാണ് അദ്ദേഹം. ഉത്തരാധുനികതയിൽ എപ്പോഴും കാണുന്ന വൈരുദ്ധ്യങ്ങളുടെ ദ്വന്ദ്വാത്മകത ഈ കഥയിലും കാണാം. ഹിഗ്ഗിറ്റയിൽ ഫുട്ബോളും ബൈബിളും, വൻമരങ്ങൾ വീഴുമ്പോൾ എന്ന കഥയിലാവട്ടെ കലാപവും മാനവിക സ്നേഹവും, എൻ്റെ മകൾ ഒരു സ്ത്രീയിൽ പിതൃത്വവും കാമബോധവും, വിലാപങ്ങളിൽ അധികാരവും മരണവും, ഇത്തരത്തിൽ വലിയ ആകാവുന്ന വൈരുദ്ധ്യ ദ്വന്ദ്വാത്മകതയാണ് ഈ കഥകളുടെ സംഘർഷഭൂമി. ഇതോടുകൂടി നമ്മൾ ഹിഗ്ഗിറ്റ എന്ന പാഠഭാഗത്തിന്റെ നോട്ട്സ് ചർച്ച ചെയ്തിട്ടുണ്ട്. ഓക്കെ, അടുത്ത വീഡിയോയിൽ നമ്മൾ മലയാളം യൂണിറ്റ് 5 1128 ക്രൈം 27 എന്ന പാഠഭാഗമായിരിക്കും ചർച്ച ചെയ്യാൻ പോകുന്നത്. ഓക്കെ, താങ്ക് യു ഫോർ ലിസണിങ് മീ. വിൽ സീ ഇൻ നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു വെരി മച്ച്. ബൈ.